അതിൽ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ യുണിസെഫ് ദ അൺഹെൽത്തി ട്രയാഡ് ഓഫ് അഡോളസൻസ്, കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്ന് വിശേഷിപ്പിച്ചു. ഇത് പ്രശ്നമാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബാലികാറാമലയായിരിക്കും. ഇന്ന് രാത്രി മരിച്ചു പോവുകയാണെന്ന് തോന്നിയാലോ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ ചോദിച്ചു. നല്ലൊരു ശതമാനം കൗമാരപ്രായക്കാരുടെയും നിദ്രാചക്രം തകർന്നു കിടക്കുകയാണ്. ഡിയർ ബഡ്ഡിംഗ് എഞ്ചിനീയേഴ്സ്, ബിടെക് അഥവാ എഞ്ചിനീയറിംഗ് ചിലർക്ക് ഇതൊരു ട്രാജഡി ആയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു വലിയ കോമഡിയാണ്. ഇത്രയധികം ട്രോളപ്പെട്ട ഒരു കോഴ്സ് ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ കോഴ്സ് ചില വലിയ മികച്ച എഞ്ചിനീയേഴ്സിൻ്റെ പേരിൽ ഒരുപാട് മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, ഈവൻ നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാറ്. പക്ഷേ ഒരേ സമയം അത്രയേറെ മഹത്വവൽക്കരിക്കപ്പെടുമ്പോഴും മറുവശത്ത് എല്ലാ വാഴകളുടെയും കോഴ്സ് എന്ന ലെവലിലേക്ക് താറടിക്കപ്പെടുകയും ചെയ്യുന്ന കോഴ്സാണ് ബിടെക്. ഒരു വശത്ത് മനുഷ്യകുലത്തിനാകെ രക്ഷകരാകുന്ന വലിയ ശാസ്ത്രജ്ഞർ, വലിയ ഹീറോസ്, മറുവശത്തോ തൊഴിലില്ലായ്മയുടെ കാണാക്കയങ്ങൾ, ഒരു വശത്ത് നൊബേൽ സമ്മാനം, മറുവശത്ത് സപ്ലിയുടെ കൊട്ടാരം. എന്തുതന്നെയാണെങ്കിലും ആനന്ദത്തിൻ്റെ ആവേശത്തിൻ്റെ ആ കൊടുമുടികൾ തീർക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഇത് വേണമായിരുന്നോ? ചിലരെങ്കിലും സമ്മർദ്ദത്തിലായിട്ടുണ്ട്, ചിലരെങ്കിലും വലിയ വിഷാദത്തിലേക്ക് പോയിട്ടുണ്ട്. എഞ്ചിനീയറിംഗിലെ ആ സ്ട്രെസ്സ് എങ്ങനെ നേരിടണമെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. ഈ യാത്രയിൽ നമുക്ക് മാർഗദർശിയാവുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഓഫ് സൈക്കാട്രി ഡോക്ടർ അരുൺ B. നായർ സാറാണ്. ഇദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഇന്ന് നമുക്കൊരു വലിയ പ്രകാശ ഗോപുരം തന്നെ തീർക്കട്ടെ. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ഈ ബിടെക് കാലഘട്ടം 4 വർഷം. ഇന്ന് ഒരുപക്ഷെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, സ്റ്റുഡൻസ് ഈ കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന സ്ട്രെസ്സ്, പ്രഷർ. അവർ പരീക്ഷ എഴുതുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും അവർ ക്വാളിഫൈ ആയതിനു ശേഷമുള്ള കൗൺസിലിംഗ് പീരീഡിലും ഒക്കെ അവർ ഒരുപാട് സ്ട്രെസ്സുകളിലൂടെ കടന്നു പോകുന്നു. ഫസ്റ്റ് ഇയർ ചേരുമ്പോഴാവട്ടെ അവിടെ ചെല്ലുമ്പോൾ റാഗിങ് എന്നൊരു സമ്പ്രദായമുണ്ട്. അതുപോലെ ഹോം സിക്നസ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള ഹോം സിക്നസ് പോലെയുള്ള പ്രശ്നങ്ങൾ. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ബാക്ക്ലോഗ്, സപ്ലിമെൻ്ററി എക്സാംസ് എഴുതുന്നു, അതുപോലെ എക്സാം പ്രഷർ. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മദ്യപാനം, ഒരുപക്ഷെ അത്തരം മോശം സ്വഭാവങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം ഡിഗ്രി കോഴ്സുകളുടെ ഇടയ്ക്കായിരിക്കാം. പിന്നീടും പ്ലേസ്മെൻറ്റ് പ്രഷറുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ, ഒരുപക്ഷെ ചില കോളേജുകളിലെങ്കിലും ക്യാമ്പസ് രാഷ്ട്രീയം, അതോട് അനുബന്ധിച്ചുള്ള കുറേ സംഘടനകൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് കടന്നു വരുന്ന കുട്ടികൾ ഒട്ടനേകം മാനസിക പ്രശ്നങ്ങളിലൂടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും മനക്കെട്ടി ഇല്ലെന്ന് പറയേണ്ടി വരും. കാര്യം ചുരുക്കം അവസ്ഥയിലെങ്കിലും നമ്മൾ ചില വാർത്തകളൊക്കെ വായിക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഒരു വിദ്യാർത്ഥി വന്ന്, സാർ എനിക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി, ഞാൻ അല്പം കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ചില ആശങ്കകളുണ്ട്, ഞാൻ എങ്ങനെ ഈ കോഴ്സിനെ അഭിമുഖീകരിക്കണം? അപ്പോൾ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അതുപോലെ യൂണിസെഫിൻ്റെ ഒക്കെ മാർഗ്ഗനിർദ്ദേശപ്രകാരം നമ്മൾ ലൈഫ് സ്കിൽസ് ഇവർക്ക് കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കരിക്കുലത്തിൽ തന്നെ ലൈഫ് സ്കിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലൈഫ് സ്കിൽസ് ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാകുന്നതിനപ്പുറം, അക്കാഡമിക്സിനപ്പുറം ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ സാറിന് ഈ ഒരു വിദ്യാർത്ഥിയോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ആണ് സാർ ആഗ്രഹിക്കുക? ഈ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞൊരു ആശയം നമ്മുടെ ഈ പുതിയ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ യുണിസെഫിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അത് രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം, ലോകമെമ്പാടുമുള്ള കൗമാരപ്രായക്കാർക്ക് ഏത് രാജ്യത്തുള്ളവരായാലും ഏത് ഭൂഖണ്ഡത്തിലുള്ളവരായാലും സമാന സ്വഭാവമുള്ള ചില പ്രശ്നങ്ങൾ അവരിൽ കാണപ്പെട്ടു. അതിൽ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ യുണിസെഫ് ദ അൺഹെൽത്തി ട്രയാഡ് ഓഫ് അഡോളസൻസ്, കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്ന് വിശേഷിപ്പിച്ചു. അതിലൊന്നാമത്തേത് അഡിക്ഷൻസ് ആണ്, ഈ ലഹരി വസ്തുക്കളോടുള്ള അടിമത്തങ്ങളും അനുബന്ധമായിട്ടുണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങളും. രണ്ടാമത്തേത് അപകടകരമായ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ശീലങ്ങളും അതേ തുടർന്ന് ലൈംഗിക പകർച്ചവ്യാധികളുടെ വ്യാപനവുമായിരുന്നു, HIV അടക്കം. മൂന്നാമത്തേത് അവനവന് നേർക്കോ മറ്റുള്ളവർക്ക് നേർക്കോ ഉള്ള ഒരു അക്രമ സ്വഭാവം, അത് സ്വയം മുറിവേൽപ്പിക്കുന്ന ശീലം, ആത്മഹത്യാ പ്രവണത എന്നിവ തൊട്ട് നിരാശ തോന്നുന്ന സമയത്ത് മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം വരെയും സംഘട്ടനം വരെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അക്രമങ്ങൾ വരും. ഈ 3 കാര്യങ്ങളായിരുന്നു.
അപ്പോൾ ഈ 3 പ്രശ്നങ്ങളിൽ നിന്നൊരു ഒരു മോചനം കിട്ടിക്കഴിഞ്ഞാൽ ഈ കൗമാരപ്രായക്കാരുടെ ആ ഒരു ഊർജ്ജത്തെ, അവരുടെ ബുദ്ധിവൈഭവത്തെ ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ ലോകത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നൊരു ചർച്ച വന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ 3 പ്രശ്നങ്ങളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക? ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ലൈഫ് സ്കിൽസ്, ജീവിത നിപുണതകൾ എന്ന് പറഞ്ഞൊരു ആശയം വന്നത്. യുണിസെഫ് ഈ ലൈഫ് സ്കിൽസിനെ നിർവചിച്ചിരിക്കുന്നത് ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു പോകാനായി ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ട കഴിവുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അതിനെ നിർവചിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് അഡാപ്റ്റീവ് എബിലിറ്റീസ് വിച്ച് എവറി അഡോളസെന്റ് ഷുഡ് ഇംബൈബ്, ഇന്റേണലൈസ് ആൻഡ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ടു ഫേസ് ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ ലൈഫ് എന്ന്. പിന്നീട് അത് WHO അത് വലിയ തോതിൽ എല്ലാ കൗമാരപ്രായക്കാർക്കും പ്രായോഗിക തരത്തിൽ പരിശീലനം കൊടുക്കണം എന്നൊരു നിഷ്കർഷ വെച്ചു. 10 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ കൗമാരമാണ്. ഈ കൗമാരത്തിൻ്റെ അവസാന ഘട്ടമാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നൊരു കാലഘട്ടം. അപ്പോൾ ഈ ജീവിത നിപുണതകൾ എന്ന് പറഞ്ഞൊരു ആശയം അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ക്യാമ്പസ് ജീവിതവുമായി പൊരുത്തപ്പെടാൻ ഈ ജീവിത നിപുണതകൾ വേണം. പക്ഷേ അവിടെ ഒതുങ്ങുന്നില്ല. 7ാമത്തെ സെമിസ്റ്റർ വരുമ്പോഴത്തേക്ക് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടു തുടങ്ങും അല്ലേ? ഈ സോഫ്റ്റ് സ്കിൽസ് ഉള്ള ആൾക്കാരെ അതും കൂടെ നോക്കിയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ സോഫ്റ്റ് സ്കിൽസ് വേണം. കാരണം ഇപ്പം ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ വേണ്ടി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ IITകളിലും IIMലും ഒക്കെ പഠിച്ച വളരെ മിടുക്കരായ വിദ്യാർത്ഥികളെ കാണാൻ ഇടവരുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കാൻ ഇടവരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം പറയുന്നൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊരു പ്രോജക്റ്റ് തരൂ, ഞങ്ങളിത് മനോഹരമാക്കി തരാം. പക്ഷേ ഈ 5-6 പേരുള്ളൊരു ടീമിൽ ഞങ്ങളെ കൊണ്ട് ഇരുത്തിയാൽ ഈ ബാക്കിയുള്ളവരെ സഹിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഓരോരുത്തരുടെയും പ്രകൃതം, പെരുമാറ്റ രീതി, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അച്ചടക്കം ഇതൊക്കെ ഭയങ്കര വിഭിന്നമാണ്. അപ്പോൾ ഈ പരസ്പരം പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുകേട് അത് പലപ്പോഴും ഏറ്റവും മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ പോലും തൊഴിൽ മേഖലയിൽ പിന്നോട്ടടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ആവശ്യമാണ്. മാത്രമല്ല ഈ ജീവിതം എന്ന് പറയുന്നത് ക്യാമ്പസും പഠനവും, പഠനത്തിന് മാർക്ക് കിട്ടുക, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ക്രാക്ക് ചെയ്യുക, ജോലിക്ക് കയറുക എന്നുള്ള മാത്രമല്ല, അത് കഴിഞ്ഞൊരു വലിയ ജീവിതം കിടപ്പുണ്ടല്ലേ. അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് ഈ ലൈഫ് സ്കിൽസ് വേണം. അപ്പോൾ WHO 10 ലൈഫ് സ്കിൽസ് പറയുന്നുണ്ട്. ഈ 10 ലൈഫ് സ്കിൽസിൻ്റെ തന്നെ വകഭേദങ്ങൾ തന്നെയാണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന പേരിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്. ഈ 10 ലൈഫ് സ്കിൽസിൽ ഒന്നാമത്തേത് സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ ആത്മാവബോധം എന്ന് പറയും. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ പരിമിതികളുണ്ട്, ഇത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ബുദ്ധി എന്ന് പറയുന്ന ഒരു ഏകമാന സ്വഭാവമുള്ളൊരു സംഗതിയൊന്നുമല്ല. കാരണം എനിക്കുള്ള ബുദ്ധിയും സാറിനുള്ള ബുദ്ധിയും വ്യത്യസ്തമായിരിക്കാം. 9 വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിവൈഭവങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പം ഭാഷാ സംബന്ധമായ ബുദ്ധി, ഗണിത യുക്തി സംബന്ധമായ ബുദ്ധി, അങ്ങനെ തുടങ്ങി അസ്തിത്വ സംബന്ധമായ ബുദ്ധി വരെ 9 ബുദ്ധികളുണ്ട്. ഇതിൽ മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഗണിത യുക്തി സംബന്ധമായ ബുദ്ധിയാണ് എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടത്, ലോജിക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇത് പ്രശ്നമാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബാലികാറാമലയായിരിക്കും. പക്ഷേ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം ബുദ്ധിയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഠിനാധ്വാനം വഴി ഈ മേഖലയിൽ ഏത് ഉന്നത നില വരെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പരിമിതികളെക്കുറിച്ച് നമ്മൾ അറിയണം. നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു വൈദഗ്ധ്യം കുറവാണ്, ചില കോൺസെപ്റ്റുകൾ, ചില ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിൽ നമുക്ക് പിന്നാക്കാവസ്ഥയുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തുടക്കത്തിൽ തന്നെ അത് പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വേണം. പല കോളേജുകളിലും അധ്യാപകർ പറയുന്നൊരു കാര്യം, ഈ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നില്ല. ഡൗട്ട് ചോദിച്ചാൽ ഞങ്ങൾ റെഡിയാണ് ക്ലാരിഫൈ ചെയ്യാനായിട്ട്, പക്ഷേ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഡൗട്ടുകൾ വരുന്നതെല്ലാം പരീക്ഷയുടെ തലേന്ന് വൈകുന്നേരം മാത്രമാണ്, അപ്പോഴേക്കും വളരെ വൈകി പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പരിമിതി മനസ്സിലാക്കി അതുകൂടെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പരിശ്രമം അക്കാദമികമായിട്ട് തന്നെ തുടക്കത്തിലേ നടത്തിയാൽ എഞ്ചിനീയറിംഗ് പ്രശ്നമില്ലാതെ പോകും. രണ്ടാമത്തെ ലൈഫ് സ്കില്ലാണ് ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആകാം, ഒരു ഡിബേറ്റ് ആകാം, പല ഫോർമാറ്റിൽ ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ സംഗതികൾ വരുമല്ലോ. അപ്പോൾ വാചകം അടിച്ച് മറ്റൊരാളെ വീഴ്ത്തുക എന്നുള്ളത് മാത്രമല്ല, പറയുന്ന ഓരോ വാചകത്തിലും കൃത്യമായ പദാർത്ഥങ്ങൾ അടുക്കി വെച്ച് ബ്രെവിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഒരുപാട് വാചകം അടിക്കാതെ ചുരുക്കം വാചകങ്ങൾ കൃത്യമായ ഉള്ളടക്കം പ്രദാനം ചെയ്തുകൊണ്ട് ആശയങ്ങളെ വ്യക്തതയോടുകൂടി വിനിമയം ചെയ്യാനും ഇതും ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കില്ലാണ്. മൂന്നാമത്തെ ലൈഫ് സ്കില്ലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അല്ല, ഈ കമ്മ്യൂണിക്കേഷനകത്ത് ലിസണിങ്ങും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷനിൽ ഒന്ന്, വ്യക്തതയോടുകൂടി ആശയങ്ങൾ അവതരിപ്പിക്കുക. 2, നല്ലൊരു ശ്രോതാവായിരുന്നു കേൾക്കുക. പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം
പ്രതികരിക്കുക എന്നുള്ളതാണ്. ഈ ലിസണിങ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും നിങ്ങളൊരു ഓർഗനൈസേഷൻ്റെ ഉന്നതമായ പദവികളിലേക്ക് പോകുമ്പോൾ ഈ ലിസണിങ്ങിന് പ്രാധാന്യം കൂടുന്നു. കൂടുതൽ ഉന്നത പദവികളിലേക്ക് വരുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നു. കാരണം യു ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് എൻ ഇംപ്രഷൻ ദാറ്റ് യു ആർ എ ഗുഡ് ലിസണർ. അപ്പോൾ മറുവശത്തിരിക്കുന്ന ആൾ പറയുന്ന ആശയം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ പോലും അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അസംബന്ധമായിട്ട് അതിനെ തള്ളിക്കളയാതെ ഒരു നല്ല ശ്രോതാവായിരുന്ന് ശ്രദ്ധാപൂർവം കേട്ടിട്ട് അതിലെ പോരായ്മകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ മറുവശത്തുള്ള ആൾ അത് സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റേത് നിങ്ങളൊരു മുൻവിധിയോടെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി കരുതപ്പെടും. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. മൂന്നാമത്തേതാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. കാരണം 1938 ഹാർവാർഡ് സർവകലാശാല ഒരു പഠനം ആരംഭിച്ചു. ഹാർവാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സർവകലാശാല, എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ചെല്ലുന്നൊരു സ്ഥലമാണ്. അവിടെ ബിരുദ പഠനത്തിന് വന്ന വിദ്യാർത്ഥികളെ ഒരു സംഘം ഗവേഷകർ അവരുടെ കുട്ടിക്കാലം, അവരുടെ കൗമാരം, അവരുടെ സ്കൂൾ ജീവിതം, അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ പ്രണയം, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിലയിരുത്തി. ആ ബിരുദ പഠന കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ക്യാമ്പസിൽ സംഭവിക്കുന്നത് വിശദമായിട്ട് നിരീക്ഷിക്കപ്പെട്ടു. ബിരുദം നേടി അവർ പുറത്തേക്ക് പോയതിന് ശേഷവും ജോലി കിട്ടിപ്പോയതിന് ശേഷവും ജീവിതാന്ത്യം വരെ വർഷത്തിലൊരിക്കൽ അവരെ കണ്ട് അവരുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകളെല്ലാം വിലയിരുത്തി. ഇപ്പോൾ 86 കൊല്ലം കഴിഞ്ഞ് 30,000-ലധികം ആളുകൾ അതിൽ പങ്കെടുത്തു. ലോകത്തിലെ മനുഷ്യ വികസനത്തിനെ കുറിച്ചുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും വലുതുമായ പഠനമാണ്. ഈ പഠനം ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കൂട്ടുന്ന 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, ആദ്യത്തെ 4 കാര്യങ്ങൾ നമ്മൾ സ്കൂൾ കാലം തൊട്ടേ കേൾക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിട്ടയായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക, മദ്യം പരിപൂർണമായി വർജിക്കുക. ഇതൊക്കെ ആയുസ് കൂട്ടും, നമുക്കറിയാം. പക്ഷേ ഈ 4 ഘടകങ്ങളെക്കാൾ കൂടുതൽ ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം കൂട്ടുന്ന ഘടകം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തും കൗമാരത്തിലും നിങ്ങൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ്. ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. വലിയ പ്രസക്തിയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഞ്ചിനീയറിങ് ബിരുദധാരി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകും. അപ്പോൾ അത് ഒരു IT സ്ഥാപനമാകാം, മറ്റെന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ആകാം, ഒരു ടീച്ചിങ് സ്ഥാപനമാകാം, മറ്റേത് സ്ഥാപനമാകാം, സർക്കാർ സ്ഥാപനമാകാം, എന്തുമാകാം. അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു സ്കില്ല് സബ്ജക്റ്റിൻ്റെ നോളജും അതിൻ്റെ ടെക്നിക്കൽ നോളജും എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഇൻ്റർപേഴ്സണൽ സ്കിൽസാണ്. നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റും, നല്ലൊരു സുഹൃത്തായിരിക്കാൻ പറ്റും, മറ്റുള്ളവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ വളർച്ച. ഒരു നല്ല ലീഡറായി മാറിയാൽ മാത്രമേ മുകളിലോട്ടുള്ള വളർച്ച സുഗമമാവും. അല്ലെങ്കിൽ ഒരു ലെവലിൽ നിങ്ങൾക്ക് സ്റ്റാഗ്നേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ബിഹേവിയറൽ ട്രെയ്റ്റ്സ് അല്ലേ? ഇത് നമുക്ക് എത്ര ശതമാനം നമുക്ക് അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് സാധ്യമാണ്? ഒരു വ്യക്തി അയാളുടേതായിട്ടുള്ള ചില ബിഹേവിയറൽ ട്രെയ്റ്റ്സ് ഉണ്ടാവുമല്ലോ, തീർച്ചയായും അതിനപ്പുറത്തുള്ള ഒരു വളർച്ച സാധ്യമാണ്. ഇതിലിപ്പോൾ നമ്മൾ നോക്കിയല്ലേ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി അവന് ഓടിക്കളിക്കുന്നു, ഒരു കൗമാരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മസിൽ ബിൽഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അവൻ തന്നെ കണ്ടുപിടിച്ച് ഓരോ മാർഗ്ഗങ്ങൾ ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, ചില പ്രത്യേക ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നു, അങ്ങനെ പേശികളെ ഡെവലപ്പ് ചെയ്തു വരുന്നു. ത്രൂ എക്സർസൈസ് അത് പറ്റും എന്ന് പറഞ്ഞതുപോലെ ത്രൂ റെഗുലർ ട്രെയിനിങ് ഈ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എങ്ങനെ വേണം ഈ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രഭാഷണം നടത്തി ലൈഫ് സ്കിൽസ് പഠിപ്പിക്കാൻ പറ്റില്ല. ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ഷുഡ് ബി പാർട്ടിസിപ്പേറ്ററി, പ്രോസസ് ഓറിയൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ. പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പരിശീലനമായിരിക്കണം. അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ തീരെ ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാനൊന്ന് പങ്കുവയ്ക്കാം സാറുമായിട്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലൈഫ് സ്കിൽസാണ് പറയുന്നത്. ഇപ്പോൾ പുകവലി ശീലത്തിലേക്ക് ഒക്കെ കുട്ടികൾ കടക്കുന്നത് ഈ കൗമാരത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. അപ്പോൾ അതിന് മുൻപേ തന്നെ കതിരിൻ്റെ പുറത്ത് വളം വെച്ചിട്ട് കാര്യമില്ല, എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ട് പുകവലി ശീലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, സ്കൂളിൽ തന്നെ പറയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പുകവലി ശീലത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടൊരു ഹോംവർക്ക് ആക്ടിവിറ്റി കൊടുക്കും. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പുകവലി ശീലമുള്ള ഒരാളെ കണ്ടെത്തി ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ അദ്ദേഹത്തെ ഒന്ന് കൗൺസിൽ ചെയ്ത് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ ഒന്ന് പിൻവലിപ്പിക്കുക, ഒന്ന് നോക്കുക എന്നുള്ള ഒരു സാമൂഹ്യ സേവനം. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഇറങ്ങി ഈ പുകവലിക്കാരെയൊക്കെ തടഞ്ഞു നിർത്തി അങ്ങ് ബോധവൽക്കരിച്ചാൽ കേരളത്തിൽ പുകവലി ശീലം ഇല്ലാതാവുമെന്നൊന്നും നമുക്ക് ധാരണയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ അങ്കിളിൻ്റെ അടുത്ത് പോയി കുട്ടി പറയും ഈ കാര്യങ്ങളൊക്കെ, അങ്കിൾ സമ്മതിക്കും പുകവലി നിർത്താം. പിറ്റേന്ന് എന്ത് സംഭവിക്കും? പുകവലി തുടരും. പക്ഷേ കുട്ടിയെ കാണുമ്പോൾ ഒരു സങ്കോചം കാണും, ഒന്ന് ഒളിച്ച് വലിക്കാൻ ശ്രമിക്കും.
മൂന്നാം ദിവസമാകുമ്പോൾ ആ സങ്കോചം മാറും. പരസ്യമായിട്ട് കുട്ടിയുടെ മുമ്പിൽ വെച്ച് വലിക്കും. കുട്ടി ചെന്ന് അങ്കിളെ നിർത്താമെന്ന് പറഞ്ഞല്ലേ, നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ. അപ്പോൾ കുട്ടി ഈ അനുഭവത്തിലൂടെ ഒരു പാഠം പഠിക്കുകയാണ്. ഈ സാധനം തുടങ്ങിയാൽ നിർത്താൻ വലിയ പ്രയാസം. അഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അനുഭവ പാഠമാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ലൈഫ് സ്കിൽസ് നമ്മൾ ഇമ്പാർട്ട് ചെയ്ത് പഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം മറക്കത്തില്ല. പൊതുവെ പറയാറുണ്ടല്ലോ, വേദനയോടുകൂടി പഠിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറയുന്ന പോലെ വേദന വേണമെന്നില്ല. ഏത് വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളും ദീർഘകാലം ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ വേണം ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് കഴിഞ്ഞ് അടുത്ത ഒരു പ്രധാന സംഗതിയാണ് പ്രോബ്ലം സോൾവിങ്. ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന അക്കാഡമിക്കായിട്ടും ലൈഫിലും വേണ്ടി വരുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള എഞ്ചിനീയേഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അത് സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോട് സഹായം ചോദിക്കണം, എങ്ങനെ സഹായം ചോദിക്കണം, ഏത് സമയത്ത് സഹായം ചോദിക്കണം, ആ ടൈമിംഗ് അടക്കമുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലേ നിങ്ങളൊരു ഓർഗനൈസേഷൻ്റെ കൃത്യമായ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മുന്നോട്ട് പോകും. അടുത്ത ഡിസിഷൻ മേക്കിംഗ് സ്കിൽസാണ്. ഈ ഡിസിഷൻ മേക്കിംഗ് മറ്റൊരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പ്രവേശിച്ചു, ഒരു കോളേജ് തിരഞ്ഞെടുത്തു, അത് തന്നെ ഒരു ഡിസിഷനാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് ഡിസിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡിസിഷൻസിൽ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഡിസിഷൻ വരും, ഉപരിപഠനത്തെക്കുറിച്ചുള്ള ഡിസിഷൻ വരും, ജോലിയെക്കുറിച്ചുള്ള ഡിസിഷൻ വരും. ഇതൊക്കെ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള ശീലങ്ങൾ. കാരണം പലപ്പോഴും നമുക്കറിയാം, സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഞ്ചിനീയറിങ്ങിന് കയറുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും മാതാപിതാക്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ കോഴ്സിന് വരുന്നവരാണ്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ പറ്റില്ല, സ്വന്തമായിട്ട് തീരുമാനിച്ചേ പറ്റൂ. അതാണ് അടുത്ത ഒരു സ്കില്ല്. അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ നമ്മുടെ മുൻപിലൊരു വിവരം വരികയാണ്. ആ വിവരത്തിനെ വിലയിരുത്തി അതിൻ്റെ ഗുണവും ദോഷങ്ങളും മനസ്സിലാക്കി അതിൻ്റെ പുറകിലുള്ള യാഥാർത്ഥ്യവും മിഥ്യയും വിവേചിച്ചറിഞ്ഞ് അതിലേത് ഭാഗങ്ങളെ അകത്തോട്ടെടുക്കണം, ഏതിനെ തള്ളിക്കളയണം എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ്. അത് വേണ്ടി വരും. അത് പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലെങ്കിൽ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സീനിയർ വിദ്യാർത്ഥി ഒരു ലഹരി വസ്തു കൊണ്ടുവന്നിട്ട് ഇത് വലിച്ചാൽ നിൻ്റെ ബുദ്ധി കൂടുമെന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവും ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ തന്നെ വരുന്നുണ്ട്. അടുത്ത ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമുക്കൊരു ധാരണയില്ലായിരുന്നു ഇങ്ങനെയൊരു മഹാമാരി വന്നാൽ എങ്ങനെ അതിനെ നേരിടണമെന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ചിലപ്പോൾ ഈ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഇത്രയും നാളത്തെ അനുഭവമോ വായിച്ചറിഞ്ഞ കാര്യങ്ങളോ ഒരുപക്ഷെ അനുഭവസ്ഥരായ വ്യക്തികൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നും പോരാതെ വരും നമ്മളതിനെ ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്, വളരെ സർഗാത്മകമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പുതിയ പുതിയ ദിശയിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ കണ്ടെത്തലുകളും, ഇപ്പോൾ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സങ്കേതങ്ങളടക്കം ഈ പറഞ്ഞ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സർഗാത്മക ചിന്തയുടെ ഫലമാണ്. അങ്ങനെ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ മറ്റാരേക്കാളും കൂടുതൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് പറ്റും. അടുത്ത ഒരു സംഗതി കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയും. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊരു പ്രയാസമുള്ളൊരു ഘട്ടം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു അനുഭവം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ ശരീരവും മനസ്സും നടത്തുന്ന പരിശ്രമങ്ങളുടെ ആകത്തുകയാണ് സ്ട്രെസ്. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് എടുക്കണ്ട. ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കില്ല. പരീക്ഷയെക്കുറിച്ച് നേരിയൊരു ഭയം ഉള്ളതുകൊണ്ടല്ലേ വല്ലതും പഠിക്കാൻ ശ്രമിക്കുന്നത്. ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിൽ പരീക്ഷയുടെ തലേന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ ലുലു മാളിൽ കറങ്ങാൻ പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒപ്റ്റിമമായിട്ട് എങ്ങനെ സ്ട്രെസ്സിനെ നിർത്തി അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം, അതാണ് അവിടെ. അടുത്തത് 9ാമത്തെ കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ഈ കൗമാരപ്രായത്തിൽ ഒരുപാട് ശക്തമായ വികാരങ്ങൾ വരും. ദേഷ്യം, പരസ്പരം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തു തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ, പലരോടും തോന്നുന്ന സൗഹൃദം, അത് ചിലപ്പോൾ ഇഷ്ടം, പലതരത്തിൽ അത് വഴിമാറിപ്പോകാം. ഇങ്ങനെയുള്ള പല ശക്തമായ വികാരങ്ങളും ആ വികാരങ്ങളെ ക്രമീകരിക്കാനും അനുയോജ്യമായ വികാരങ്ങളെ അനുയോജ്യമായ അളവിൽ അനുയോജ്യമായ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള കഴിവ്, നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നും അതിനെ പറയാറുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് കരുതപ്പെടുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ 10ാമത്തെ ലൈഫ് സ്കിൽ, ഒരുപക്ഷെ എല്ലാ ജീവിത നിപുണതകളുടെയും മാതാവെന്ന് പറയുന്നത് അനുതാപം, എംപതി. മറ്റൊരാളുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ച് അയാൾ അനുഭവിക്കുന്ന വൈകാരികാവസ്ഥ അതേ തീവ്രതയോടെ ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ എംപതി ഒരു പ്രധാന സംഗതിയാണ്. കാരണം എൻ്റെ ഒരു പഴയ സുഹൃത്ത് എഞ്ചിനീയറിംഗ് മേഖലയിലൂടെ കടന്നുപോയ ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായിരുന്നു. 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ നല്ലൊരു പാചക വിദഗ്ധയാണ്. അപ്പോൾ വെറൈറ്റി ഭക്ഷ്യവസ്തുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ചോറ്റുപാത്രത്തിൽ കാണും. ഞങ്ങളുടെയൊക്കെ പാത്രത്തിൽ ചോറും അങ്ങനത്തെ സംഗതികൾ.
അപ്പോൾ ഇദ്ദേഹം ഈ പാത്രം തുറന്ന് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുതരും. അപ്പം എല്ലാവരും ഒന്ന് പറയരുത്, എന്തൊരു മണ്ടൻ, ഈ മത്സരത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ നിലനിൽക്കും, അധ്യാപകർ വരെ പറയുന്നത് കേൾക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് ഒരു 7 രാജ്യങ്ങളിലായിട്ട് വലിയ തോതിലുള്ളൊരു വ്യവസായം നടത്തുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന എമ്പതി ഇപ്പോഴും ഉണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ആ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ 50% ഈ ജീവനക്കാർക്ക് വീതം വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷനിലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് മിനിമമാണ്. കാരണം കഠിനാധ്വാനം ചെയ്താൽ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ സ്ഥാപനത്തിൽ നിന്ന് കഠിനമായിട്ട് അധ്വാനിക്കും. അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും ഒരു ജീവനക്കാരന് ഒരു ആരോഗ്യ പ്രശ്നം വന്നാലോ ഒരു പ്രതിസന്ധി വന്നാലോ ഈ മുതലാളി ഹി ഗോസ് ഔട്ട് ഓഫ് ദ വേ ടു ഹെൽപ്പ് ദം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് നാൾ മുമ്പ് കണ്ടപ്പോൾ ചോദിച്ചു, സാധാരണ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റൊക്കെ വരുമ്പോൾ അടുത്തൊരു പ്രസ്ഥാനം തുടങ്ങുക, അങ്ങനെ വളരുക എന്നുള്ളതല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കൈ അയച്ച് നിങ്ങളുടെ എംപ്ലോയീസിനെ സഹായിക്കാൻ തുടങ്ങി എന്ത് പറ്റും? പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇന്ന് രാത്രി മരിച്ചു പോവുകയാണെന്ന് തോന്നിയാൽ എന്തായിരിക്കും നിൻ്റെ റിയാക്ഷൻ ചോദിച്ചു. ഞാനൊന്ന് കിടുങ്ങി. സ്വാഭാവികമായിട്ട് ആരായാലും കിടുങ്ങുമല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇന്ന് രാത്രിയല്ല ഈ നിമിഷം ഈ ലോകത്തിൽ നിന്ന് എക്സിറ്റ് ആവാൻ ഞാൻ തയ്യാറാണ്. കാരണം ഒരു കുറ്റബോധവുമില്ല, ആരെയും പറ്റിച്ചിട്ടില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ജീവിച്ച അത്രയും നാൾ നല്ല രീതിയിൽ. ആ നല്ല രീതി എന്ന് പറയുന്നത് ഞാൻ ത്യാഗം അനുഭവിച്ച് ചെയ്തതൊന്നുമല്ല. ഈ ഒരു പ്രക്രിയയിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി. ഞാൻ ഇന്നിങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ ഒരു റിസൾട്ട് കാരണമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും ഭയമില്ല. നാളെ രാവിലെ ടാറ്റ പറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പോൾ അതൊരു വ്യത്യസ്തമായൊരു മോഡലാണ്. ആ ബിസിനസ് നന്നായിട്ട് ത്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എമ്പതി എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്കില്ലായിട്ട് പോലും ഉപയോഗിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് നമ്മൾ ജീവിത നിപുണതകൾ എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഇതിൽ ചില കാര്യങ്ങളില്ലെങ്കിൽ ഒരു എഞ്ചിനീയർ സക്സസ്ഫുൾ ആവില്ല എന്നുള്ള ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ, സൊസൈറ്റിയിൽ ഉള്ള പല പ്രശ്നങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നവരാണ് വലിയ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളത് എല്ലാ കാലത്തും. അതുപോലെ ഇന്നോവേഷൻ, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും, ഇതെല്ലാം ഒരു ഐഡിയൽ എഞ്ചിനീയറിൻ്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ കരിക്കുലത്തിൽ എന്താണ് എഞ്ചിനീയറിംഗ് കരിക്കുലം കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ മെച്ചപ്പെടാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും കരിക്കുലത്തിൽ തന്നെ ഉണ്ട്. കാരണം അവർ നല്ല രീതിയിൽ കരിക്കുലം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റ്, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട്. ഇപ്പം ഈ അടുത്ത് നമ്മൾ കുറേ അധികം ഇഷ്യൂസ്, നമ്മൾ ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിൽ ഒരു സാനിറ്റേഷൻ വർക്കർ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അതുപോലെ നമ്മുടെ അർജുൻ്റെ കേസ്, ഒരു ലാൻഡ് സ്ലൈഡ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നം, ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെ ഒരു സിവിൽ എഞ്ചിനീയർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പുതിയ ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സ്റ്റേബിളായിട്ട് അത് ചെയ്യാം, എങ്ങനെ അവിടെ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കി നമുക്ക് എങ്ങനെ സ്റ്റേബിളായിട്ടൊരു സ്ലോപ്പിനെ നടത്താം, അത്തരം കാര്യങ്ങളിൽ ഗവേഷണം ചെയ്യാൻ ഒക്കെ സ്കോപ്പുകളുണ്ട്. അതുപോലെ ഈ സാനിറ്റേഷൻ വർക്കറിൻ്റെ കേസ് പറയുമ്പോഴും അവിടെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ടുവരാം. അപ്പോൾ എഞ്ചിനീയേഴ്സിന് സമൂഹത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ആദ്യമേ ഈ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടി, അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജസ്വലമായിട്ട് പാഷനേറ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർ, അതുപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഈ കുട്ടികളൊക്കെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ 1ാം വർഷത്തിലേക്ക് കിടക്കുന്നവരാണ്. ഇപ്പോൾ ആക്ച്വലി അവരുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി തുടർന്നുള്ള 4 വർഷങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെ ആവർത്തനമായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ദിവസങ്ങൾ, അവരുടെ ദിനചര്യകൾ ഒക്കെ റൊട്ടീനൊക്കെ ഹാബിറ്റായി വരുന്ന ഒരു പുതിയ ലോകത്തിലേക്കാണ്, ഒരു പുതിയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ചില എക്സസൈസുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് മൈൻഡ്ഫുൾനെസ് എക്സസൈസുകളൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് അവർ പല സമയങ്ങളിലും തുടങ്ങി വെക്കുമായിരിക്കും, പക്ഷേ അവർക്ക് തുടരാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു നല്ല മെൻ്റൽ വെൽബീയിങ്ങിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല എക്സസൈസുകൾ എന്തൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? കുറേ അധികം കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഈ എഞ്ചിനീയറിങ്ങിന് വിദ്യാർത്ഥികൾ 1ാം വർഷം വന്നിരിക്കുമ്പോൾ പല അധ്യാപകരും പറയുന്നൊരു കാര്യമാണ്, പലരും രാവിലെ വന്നിരിക്കുന്നതിന് പകുതി ഉറങ്ങി അല്ലെങ്കിൽ കോട്ടുമായിട്ട് ക്ഷീണിച്ച്. എന്താ ഇതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ കീം എൻട്രൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്തിരി ഫ്രീ ആവുന്ന സമയത്ത്
ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് അഭയം പ്രാപിക്കും. അത് രാത്രിയിൽ ഒരുപാട് വൈകി ഉപയോഗിക്കും. കൺട്രോൾ ചെയ്യാനും ആളില്ല, ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. പലപ്പോഴും പല കുട്ടികൾ ചേർന്ന് ഗ്യാങ് ആയിട്ട് മൾട്ടി ലെവൽ മീഡിയ ഗെയിംസ് ഒക്കെ കളിച്ച് അതിൻ്റെ ആ ഒരു രസത്തിൽ ഇങ്ങനെ രാവിലെ വരെ പോകും. അപ്പോൾ ഈ ഒരു ശീലം ഈ ക്ലാസ് തുടങ്ങി എന്ന് വെച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നിർത്താൻ പ്രയാസമാണ്. കാരണം ഇത്തരം ഗെയിംസ് എല്ലാം കുറച്ച് അഡിക്റ്റീവാണ്. ഒരു നിയർ മിസ് നിയർ ഹിറ്റ് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ പോലും ഒരു അവസാന നിമിഷം വരെ നമ്മളെ ത്രസിപ്പിച്ച് ത്രില്ലടിപ്പിച്ച് ചെറിയ വ്യത്യാസമുള്ള തോൽവി, അടുത്ത കളി ജയിക്കാം എന്നുള്ളൊരു മോട്ടിവേഷനോടെ വീണ്ടും വീണ്ടും കളിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് കാരണം നല്ലൊരു ശതമാനം കൗമാരപ്രായക്കാരുടെയും നിദ്രാചക്രം തകർന്നു കിടക്കുകയാണ്. അപ്പോൾ പലപ്പോഴും 4 മണിക്കോ 5 മണിക്കോ ഉറങ്ങുന്നു, എന്നിട്ട് 7 മണിക്ക് എഴുന്നേറ്റിട്ട് നേരെ ഒരു ഓട്ടമാണ് ക്ലാസ്സിലേക്ക്. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ പ്രാധാന്യം അത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഉറക്കം കൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പകൽ സമയത്ത് വായിച്ചും പഠിച്ചും കണ്ടും കേട്ടും ഒക്കെ ഉണ്ടാകുന്ന അറിവുകൾ തലച്ചോറിൽ അടുക്കി വയ്ക്കുന്നത്, കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത് രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി നടക്കണമെങ്കിൽ ഒരു 6 മണിക്കൂർ തടസ്സമില്ലാത്ത തുടർച്ചയായ ഉറക്കം അത്യാവശ്യം. സൗണ്ട് സ്ലീപ്പ് തീർച്ചയായിട്ടും. പല കുട്ടികളും ഇപ്പോൾ 2 മണിക്കൂർ രാത്രിയിൽ ഉറങ്ങും, പിന്നെ 2 മണിക്കൂർ മുറിഞ്ഞുറങ്ങിയിട്ട് കാര്യം ഒരു 6 hours കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടണം. 2, ഈ ഡേ ടൈമിൽ ഈ ബ്രെയിൻ സെൽസ് നല്ല ആക്റ്റീവായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നു. അതിൻ്റെ ഫലമായി വരുന്ന വേസ്റ്റുകളൊക്കെ തലച്ചോറിൽ നിന്ന് പുറന്തള്ളുന്നതും രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഒരു 6 hours ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ ബ്രെയിൻ സെൽസിലെ വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ പകൽ സമയത്തൊരു മന്ദത, ക്ഷീണം, തളർച്ച, ശ്രദ്ധക്കുറവ്, പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രയാസം, അത് പഠനത്തെ വല്ലാതെ ബാധിക്കും. അപ്പോൾ 6 hours എങ്കിലും കണ്ടിന്യൂസ് സ്ലീപ്പ് രാത്രിയിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഒരവസ്ഥയെങ്കിലേക്ക് എങ്ങനെ പോകാം? കാരണം ഇപ്പോൾ ഈ ഗാഡ്ജറ്റ് അഡിക്ഷനിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉറക്കം കിട്ടാൻ ശീലിക്കേണ്ട ചെറിയ ചില എക്സർസൈസുകളുണ്ട്. അതിനെ നമ്മൾ സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ്, നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ എന്ന് പറയും. 5-6 ചെറിയ കാര്യങ്ങൾ. ഒന്ന്, കഴിയുന്നതും ആഴ്ചയിൽ ഒരു 6 ദിവസവും നിശ്ചിതമായൊരു സമയത്ത് കിടക്കുക, നിശ്ചിതമായ സമയത്ത് ഉണരുക. ഒരു ശനിയാഴ്ച വൈകുന്നേരം കുറച്ചൊന്ന് എൻജോയ് ചെയ്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ബാക്കി 6 ദിവസവും ഫിക്സഡ് സമയം. 2, നമ്മൾ ഉറങ്ങുന്ന സ്ഥലവും ഫിക്സഡ് ആയിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. 3, നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 5-6 മണിക്കൂർ മുൻപ് ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം ചെയ്യാം. അപ്പോൾ പലരും വിചാരിക്കും ഈ എക്സർസൈസൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? എക്സർസൈസ് ചെയ്താൽ ഒരുപാട് കാര്യമുണ്ട്. കാരണം എക്സർസൈസ് ചെയ്താലേ ബ്രെയിനിലെ ഡോപ്പമിൻ എന്ന കെമിക്കൽ കൂടും. ഡോപ്പമിൻ കൂടി നിന്നാലേ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, റെഗുലർ എക്സർസൈസ് ചെയ്യുന്ന കുട്ടികൾക്ക് പലർക്കും നല്ല അറ്റൻഷൻ സ്പാൻ കാണും. എന്നാൽ ഫിസിക്കലി ഇനാക്റ്റീവായ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും എന്നുള്ളതാണ്. ഈ സൂര്യപ്രകാശം കൊണ്ട് എക്സർസൈസ് ചെയ്യുമ്പോൾ 4 ഗുണങ്ങളുണ്ട്. 1, ഈ ഡോപ്പമിൻ കൂടും. 2, എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ തലച്ചോറിലെ ചില കെമിക്കൽസ് ഉണ്ട്. അത് കൂടുമ്പോൾ ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം, ജീവിതം ഒരു കളർഫുൾ ആണെന്നൊരു തോന്നൽ. 3, ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നവരെ അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. ഈ സൂര്യപ്രകാശം കൊള്ളുന്ന വഴി രക്തത്തിൽ അത്യാവശ്യത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാവും. ഈ വൈറ്റമിൻ ഡി ഉണ്ടാകുമ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡ് കൂടും, വിജ്ഞാന വിശകലനത്തിൻ്റെ സ്പീഡ് കൂടും. അത് അവരുടെ പഠനത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. ഇങ്ങനെ സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്ത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് രക്തക്കുഴലുകൾ, തലച്ചോറിലെ രക്തക്കുഴലുകളൊന്ന് വികസിക്കും. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ അത് ചുരുക്കും. അപ്പോൾ ഈ ഓൾട്ടർനേറ്റിംഗ് കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഈ രക്ത ഓട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടും. മാത്രമല്ല രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ ഓരോ പദാർത്ഥങ്ങൾ വന്ന് അടിഞ്ഞ് കൂടുന്നതും തടയും. അതും ഹെൽത്തിന് നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം, വൈകിട്ട് 4 മണിക്ക് ശേഷം ചായ, കാപ്പി, കോള ഈ 3 പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കാരണം ഇത് 3ലും കഫീനുണ്ട്. ഈ കഫീൻ പ്രത്യേകിച്ച് ഡിന്നറിന് ശേഷം ഇതൊക്കെ ഉപയോഗിച്ചാൽ ഉറക്കം വരുന്ന വൈകുന്ന മാത്രമല്ല, അഥവാ ഉറങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രോക്കൺ ആയിപ്പോവും. അതുകൊണ്ട് നോ ടീ, കോഫി ഓർ കോള ആഫ്റ്റർ 4 PM എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഏറ്റവും പ്രയാസമുള്ള സാധനം. കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള 1 മണിക്കൂർ എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും മാറ്റിവെക്കുക. വലിയ പ്രയാസമാണ്. പക്ഷേ പലപ്പോഴും ഉറക്കം വരാതെ വരുമ്പോൾ ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മൊബൈലിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ ബ്രെയിനിലെ മെലാറ്റോണിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്, ഉറക്കം ഉണ്ടാക്കുന്ന കെമിക്കൽ. അതിൻ്റെ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തും. വീണ്ടും ഉറക്കം വരാൻ വൈകും. അപ്പോൾ 11 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ 10 മണിയോടുകൂടി മൊബൈൽ, ഐപാഡ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് ഇത്യാദി സാധനങ്ങൾ മൊത്തം മാറ്റിവെക്കുക. പുസ്തകം വായിക്കാം.
പുസ്തകം വായിക്കുന്ന കുഴപ്പമില്ല, അപ്പം പെട്ടെന്ന് ഉറക്കം വരികയും ചെയ്യും. അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ടല്ലോ പുസ്തകം വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. പിന്നെ സാറ് ചോദിച്ച പോലെ ഈ മൈൻഡ്ഫുൾനെസ് എക്സർസൈസസ്, മൈൻഡ്ഫുൾനെസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 തരം കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ പതറാൻ കാരണമാവുന്നത്. ഒന്ന്, കഴിഞ്ഞു പോയ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ. ആ ഓർമ്മകൾ ചിലപ്പോൾ വേദനാജനകമായ ഓർമ്മകളായിരിക്കാം, നമുക്ക് ഇൻസൾട്ട് അനുഭവപ്പെട്ട ഓർമ്മകളായിരിക്കാം. അതൊക്കെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് മാറ്റും. 2, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളാണ്. ഈ 2 കാര്യങ്ങളും ഒഴിവാക്കി ഈ വർത്തമാനകാലത്തിലെ ഓരോ നിമിഷത്തിലേക്കും അത് നല്ലതോ ചീത്തയോ എന്ന് വിവേചിക്കാതെ പൂർണ്ണമായിട്ട് മുഴുകുന്നതാണ് ഈ മനോനിറവ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പല എക്സർസൈസുണ്ട്. വളരെ സിമ്പിൾ ഒരു എക്സർസൈസ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയും. രാവിലെ എഴുന്നേറ്റ ഉടനെ വെറുതെ കണ്ണുമടച്ചിരുന്നിട്ട് നമ്മുടെ സാധാരണ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഫോഴ്സ്ഫുള്ളായിട്ടൊന്നും ബ്രീത്ത് ചെയ്യേണ്ട. കണ്ണടച്ചിരുന്ന് നമ്മുടെ മൂക്കിലൂടെ കാറ്റ് അകത്തേക്ക് ഒഴുകി തൊണ്ടയിലൂടെ താഴേക്ക് വന്ന് നെഞ്ചിൽ ലങ്സിലേക്ക് ഫില്ല് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും ഫോക്കസ് ചെയ്യുക. ഒരു 15 മിനിറ്റ്. ആ 15 മിനിറ്റ് നേരം റെഗുലറായിട്ട് ഡെയിലി അത് ചെയ്താൽ, അപ്പോൾ ആദ്യ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ പല ചിന്തകളും മനസ്സിലേക്ക് വരും. പക്ഷേ ഓരോ പ്രാവശ്യം മറ്റ് ചിന്തകൾ വരുമ്പോഴും ഉടനെ ബ്രീത്തിങ്ങിലേക്ക് അറ്റൻഷനെ തിരിച്ചു കൊണ്ടുവരണം. ഓരോ പ്രാവശ്യം പരിസരത്തുള്ളൊരു ശബ്ദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പതറുമ്പോൾ ഉടനെ ബ്രീത്തിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതൊരു 15 മിനിറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഒരു 3 മാസം ഇത് പ്രാക്ടീസ് ചെയ്താൽ കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഫുൾ ഫോക്കസ് ബ്രീത്തിങ്ങിലേക്ക് വരും. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പുസ്തകം തുറന്ന് വായിക്കാൻ ശ്രമിക്കുമ്പോഴോ ക്ലാസ്സിലിരിക്കുമ്പോഴോ ഒക്കെ കംപ്ലീറ്റ് ഫോക്കസ് കിട്ടും. അപ്പോൾ ആ കംപ്ലീറ്റ് ഫോക്കസ് കിട്ടുമ്പോഴുള്ള ഗുണം ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ഇൻഫർമേഷൻ അകത്തോട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് മണിക്കൂറുകളൊന്നും ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പാഠ്യവിഷയങ്ങളെല്ലാം കൃത്യം അകത്ത് കയറും. വളരെ നല്ല മാർക്കോടുകൂടി പരീക്ഷ ജയിക്കാനും പറ്റുന്നുള്ളൂ. അതാണ് ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ്. ഇനി മറ്റൊരു ചെറിയൊരു എക്സർസൈസ് കൂടെ പറയാം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പലർക്കും പലതരം ആങ്സൈറ്റീസ് സ്വാഭാവികമാണ്. ആങ്സൈറ്റികൾക്ക് പല കാരണങ്ങളുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. ആ ആങ്സൈറ്റികളൊക്കെ വരുമ്പോൾ പൊതുവായിട്ടുള്ള ചില ലക്ഷണങ്ങൾ, ഈ നെഞ്ചിടിപ്പ് കൂടും, ശ്വാസം കിട്ടാതെ വരും, കയ്യും കാലും വിറയ്ക്കും, വയറ്റിലൊരു കത്തൽ വരും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കൗണ്ടർ ചെയ്യാനുള്ളൊരു ചെറിയൊരു എക്സർസൈസ്. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപ് കണ്ണടച്ച് ഇരുന്നുകൊണ്ട് 1:5 ബ്രീത്തിങ് എന്ന് പറയും. അത് 1 സെക്കൻഡ് സമയം കൊണ്ട് ശ്വാസം 2 മൂക്കിലൂടെയും അകത്തേക്ക് എടുക്കുക. 1 സെക്കൻഡ് സമയം കൊണ്ട് നല്ല സൗണ്ടോടെ. എന്നിട്ട് 5 സെക്കൻഡ് സമയം കൊണ്ട് വളരെ സ്ലോ ആയി പുറത്തേക്ക് വിടുക. ഇത് കണ്ണടച്ചിരുന്നൊരു 25 പ്രാവശ്യം ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുക. അത് ഈ ആങ്സൈറ്റികൾ കുറയ്ക്കും. മാത്രമല്ല, പെട്ടെന്ന് ഉറക്കം വരും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വലിയ സ്ട്രെസ്സൊന്നുമില്ലാതെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ എക്സർസൈസിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഒരു 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വരുന്ന എന്തെങ്കിലും എക്സർസൈസ്. അത് ഓട്ടമാകാം, ബ്രിസ്ക് വാക്കിംഗ് ആകാം, ഫുട്ബോൾ കളിക്കുന്നതാകാം, നീന്തലാകാം, സൈക്ലിംഗ് ആകാം, ഇതെന്തുമാകാം. ക്രിക്കറ്റ് പോലെയുള്ള സംഗതികൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയും. കാരണം ക്രിക്കറ്റിൽ ഭൂരിപക്ഷം സമയം വായി നോക്കി വെറുതെ ഇരിക്കുകയാണ് അല്ലേ. പക്ഷേ ഫുട്ബോളും ഹോക്കിയും ഒക്കെയാണെങ്കിൽ കുറച്ചുകൂടെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വരും എന്നുള്ളതാണ്. റാക്കറ്റ് ഗെയിംസ് ആണെങ്കിൽ അതെ, തീർച്ചയായിട്ടും ബാഡ്മിൻ്റൺ, ടെന്നീസ്, അത്തരം സംഗതികളെല്ലാം കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനൊരു 1 മണിക്കൂർ തീർച്ചയായിട്ടും അത് ഇപ്പം മാത്രമല്ല ജീവിതത്തിലുടനീളം അത് മാറ്റിവെക്കണം. വളരെയധികം അത് പഠനത്തിന് വരെ ഗുണം ചെയ്യുന്നുള്ള. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അക്കാഡമിക് സംഗതിക്ക് അപ്പുറം സാറ് സൂചിപ്പിച്ച പോലെ ഒരു ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റ്, ഒരു തൊഴിലിടങ്ങളിൽ ഒരു എഞ്ചിനീയറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്. അത് പലപ്പോഴും നമുക്കറിയാം, പല പഠനങ്ങളും സൂചിപ്പിച്ചത് തന്നെ ആണ്, നമ്മുടെ എംപ്ലോയബിലിറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് പരിമിതമാണ്. കാരണം അക്കാഡമിക് സ്ട്രീമിൽ ഒരുപക്ഷെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട തരം സ്കില്ലുകൾ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇത് പലപ്പോഴും ഈ മേഖലയിലുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒരു ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്നത്. അത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് പല രീതിയിൽ സാധിക്കും. ഒരുപക്ഷെ ഈ കോളേജുകളിലുള്ള പലതരം ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പോകാം, പല കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാം, പല ട്രെയിനിങ്ങുകൾ പങ്കെടുക്കാം. അവിടെ നിന്നൊക്കെ ഒരുപാട് ഇൻപുട്ടുകൾ കിട്ടും. പ്രൊഫഷണൽ ബോഡീസാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ബോഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഭാവിയിലും ഗുണം ചെയ്യും. ഒരു തൊഴിൽ മേഖലയിലേക്ക് നമ്മുടെ എംപ്ലോയബിലിറ്റി കൂട്ടും. വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങൾക്കെല്ലാം വലിയൊരു മാർക്കറ്റ് ഉണ്ടാവും. ഒരു ഉപരിപഠനത്തിനാണെങ്കിലും ശരി, ജോലിക്കാണെങ്കിലും ശരി. അപ്പോൾ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇവിടെ അവഗണിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അതിന് പകരം ഇരുന്ന് കുറച്ച് ഗെയിം കളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോകാതെ
ഈ സ്ക്രീൻ ടൈമിനെ ഒരു മണിക്കൂറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറയും. സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെയുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ സോഷ്യൽ മീഡിയ ചാറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. അതെല്ലാം അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിനൊന്നും അഡിക്റ്റഡ് ആവാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ ഒരു 1 അവറിനുള്ളിൽ ആ സ്ക്രീൻ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. ഒരു മാക്സിമം പോയാൽ 2 hours, അതിനപ്പുറത്തേക്ക് സ്ക്രീൻ ടൈം പോവാതിരിക്കാൻ സൂക്ഷിക്കുക. അതും രാത്രി 10 മണി കഴിഞ്ഞ് സ്ക്രീൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ പോസിറ്റീവ്ലി ബിസി ആവാൻ ഒരുപാട് അവസരങ്ങൾ കോളേജിൽ ഉണ്ട്, ഇത്തരം പ്രൊഫഷണൽ ബോഡീസ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അപ് സ്കില്ലിങ് മാത്രമല്ല അവിടെ നടക്കുന്നത്, അവിടെ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ. അപ്പോൾ അതും ഒരുപാട് പ്രയോജനം ചെയ്യും. അലുമിനീസുമായിട്ടും അതുപോലെ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റ് ഇൻഡസ്ട്രീസിലെ ഒക്കെ വലിയ വ്യക്തികളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ രൂപപ്പെട്ട് വരികയും അവർക്ക് പ്ലേസ്മെൻറ്റ്സിനും മുന്നോട്ടുള്ള അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഒരുപാട് പ്രയോജനം അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള സ്ക്രീൻ ടൈം അല്ലെങ്കിൽ മറ്റ് രീതികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തിന് ഇത്തരത്തിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ ഒരു എന്താണ് ഗുണപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവിടെ. അതുപോലെ ഈ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ഒക്കെ എത്തിയ വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാറിനോട് അവർ യോജിക്കാത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉറക്കത്തിൻ്റെ ഒരു സംഭവമായിരിക്കും. ഉറക്കത്തിൻ്റെ മൂല്യം അവർ മനസ്സിലാക്കുന്നുണ്ടാവും. കാര്യം പല ദിവസങ്ങളും ഉറക്കം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഞാൻ ഇങ്ങനെ ഒരു ലോ കേട്ടിട്ടുണ്ട്, പാർക്കിൻസൺസ് ലോ. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് പരീക്ഷയോട് അടുക്കുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി വളരെ ഹൈ ആണ്. കാര്യം നമ്മൾ എന്ത് വായിച്ചാലും ഉടനടി ഓർത്തിരിക്കുന്നു. പരീക്ഷാ ഹോളിൽ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വായിക്കുന്ന സംഗതികൾ നമ്മൾ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറയുന്നത് പോലെ ആ സമയത്ത് ഹൈലി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ രാത്രി ഉറങ്ങാതിരിക്കുകയാണ് നല്ലതെന്ന് കരുതുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്, വിദ്യാർത്ഥികൾ എനിക്കുണ്ടായിട്ടുണ്ട്. അവരതിൽ നിന്ന് ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പറയുന്നത് അത് വളരെ വിജയകരമാണ്, അവർക്ക് ഒരു ക്ഷീണവും പരീക്ഷ വിളിച്ച് തോന്നിയിട്ടില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, ഇതിനകത്ത് നമ്മൾ ഈ പരീക്ഷയുടെ തലേന്ന് വായിക്കുന്നത് എന്തുകൊണ്ട് മറക്കുന്നില്ല? നീഡ്, ആവശ്യം അല്ലേ? അതെ, ആവശ്യം പീക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ പരീക്ഷയ്ക്ക് 1 മാസം മുമ്പോ അല്ലെങ്കിൽ 6 മാസം മുമ്പോ ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ കേവലം മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ പഠനത്തിൻ്റെ ലക്ഷ്യം. ഈ പഠിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അതൊരു പക്ഷേ നിങ്ങൾ കിട്ടുന്ന ജോലിയുമായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് വരണമെന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് പഠിക്കുന്ന ഏത് സാധനവും യൂസ്ഫുൾ ആവാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒരു മാർക്ക് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. എന്തായാലും ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടണമെന്നില്ല. മറ്റു പല സ്കിൽസും മറ്റു പല കാര്യങ്ങളും അതിൽ പരീക്ഷിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ആദ്യ ദിവസം തൊട്ട് തന്നെ ഒരു 2 മണിക്കൂർ റെഗുലറായിട്ട് നിങ്ങൾ പാഠ്യവിഷയങ്ങൾ വായിക്കുകയും അത് ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇഫക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് എന്ന് പറയും. ആ ലേണിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യ ദിവസം തൊട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ മറ്റേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് പഠിക്കുന്ന ഈ കാര്യം പരീക്ഷ പേപ്പറിലോട്ട് നമുക്ക് അങ്ങോട്ട് വിനിമയം ചെയ്യാൻ പറ്റും. പക്ഷെ 1 മാസം കഴിഞ്ഞാൽ അതവിടെ ബാക്കി കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന പ്ലാൻ അവിടെ പരാജയപ്പെട്ടു പോവാണ്. ഈ പരീക്ഷ പേപ്പറിൽ ചിലത് എഴുതി വെച്ചൊരു മനോഹരമായ മാർക്ക് കിട്ടാൻ അത് സഹായമാവും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. അത് നാളെ നമ്മൾ ഈ പരീക്ഷയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നാലും ആ വിവരം നമുക്ക് സഹായകമാവണം. ജോലി സ്ഥലത്ത് പോയിരുന്നാലും അത് സഹായകമാകണം. മറ്റൊരാൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഈ റെഗുലറായിട്ടുള്ള റീഡിങ്, യൂട്ടിലൈസിങ് ഇഫക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ്. ആ ലേണിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ വെറുതെ ചുമ്മാതെ വായിച്ചു പോകാന്നുള്ളതല്ല. അപ്പോൾ ചിലർക്ക് വിഷ്വൽ ലേണേഴ്സാണ്. അവർ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർ മനോഹരമായിട്ട് കഥ പറഞ്ഞു തരും. പിന്നെ നമുക്ക് സിനിമ കാണേണ്ടി വരില്ല. കാരണം ആ സിനിമ കണ്ടാൽ അത്രയും മനോഹാരിത കാണില്ല, അത്രയും അവർ ആ വിഷ്വലായിട്ട് ഓർത്തിരിക്കും. മറ്റു ചില ആളുകൾ എപ്പോഴും ക്ലാസ്സിൻ്റെ ഫ്രണ്ട് റോയിൽ കണ്ണും മിഴിച്ച് ഇങ്ങനെ ഇരിക്കും. ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന ആ ഓരോ വാക്കും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യും. ആ പഠിപ്പിച്ച സംഗതിയിൽ നിന്ന് എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് എഴുതും. പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അവർ വെള്ളം കുടിക്കുകയും ചെയ്യും. ഒരു 80% വ്യക്തികൾ വിഷ്വൽ ലേണേഴ്സാണ്. ഒരു 15% ഈ പറഞ്ഞ വേർബൽ ലേണേഴ്സാണ്. ഒരു 5% കൈനേസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയും. അതായത് ചലനങ്ങളിലൂടെയാണ് അവരുടെ ഓർമ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ഗ്രൂപ്പാണെന്ന് സ്വയം കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ ഈ കഥ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂട്ടുകാരൊക്കെ പറയുന്നു, ഇനി സിനിമ കാണണ്ട, എന്ത് മനോഹരമായിട്ട് പറയും. നിങ്ങളൊരു വിഷ്വൽ ലേണറാണ്. അപ്പോൾ ഈ പഠനത്തിലും ആ വിഷ്വൽ ലേണിംഗ് നമുക്ക് യൂസ് ചെയ്യാം.
ഒരു പ്രത്യേക കാര്യം പഠിക്കുമ്പോൾ വിഷ്വൽസ് ആക്കി ഒരു സിനിമയിലെ രംഗങ്ങൾ പോലെ അതിനെ കണക്ട് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. അത് വായിക്കുന്ന സമയത്തെ ഇതേപോലെ ഒരു വിഷ്വൽ കണക്റ്റ് ഉണ്ടാക്കി ഒരു ഫിലിം പോലെ നമ്മളതിനെ സ്റ്റോർ ചെയ്താൽ ഒറ്റ റീഡിങ് മതി, പിന്നീട് അത് മറക്കത്തില്ല എന്നുള്ളതാണ്. ശരിയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നോട്ട്സ് ആക്കി വയ്ക്കാം. പലപ്പോഴും ഈ നീണ്ട നോട്ട്സ് എഴുതുന്ന ശീലമുണ്ട്, ലീനിയർ നോട്ട്സ്. അത് കൂടാതെ ഈ മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ സ്പൈഡർ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞുള്ള സംഗതികൾ. ഈ സ്പൈഡർ നോട്ട്സ് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടാണ്. ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ് ഒരു A4 സൈസ് പേപ്പറിൻ്റെ നടുക്കോട്ട് എഴുതി ഒരു വട്ടം വരച്ചു, 4 വര മുകളിലോട്ടും 4 വര താഴോട്ടും. ആ ഓരോ വരയുടെയും സൈഡിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ, ചില ഫോർമുലാസ് ആകാം, ഇക്വേഷൻസ് ആകാം, വാല്യൂസ് ആകാം, 2-3 വാക്കിലുള്ള ചില കോൺസെപ്റ്റുകളാകാം, ചില ഡയഗ്രംസ് ആകാം. ഇത് മൾട്ടി കളേർഡായിട്ട് വരച്ചു വയ്ക്കണമെന്ന് പറയും. ഇപ്പോൾ നടുക്കുള്ളത് ബ്ലൂ ഇങ്കിൽ എഴുതിയാൽ മാറ്റി റെഡ്, ഓറഞ്ച്, പിങ്ക്, എന്നിട്ട് ഇതൊരു ഫയലിൽ സൂക്ഷിച്ചാൽ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള 3 ദിവസം ഇത് മാത്രം റിവൈസ് ചെയ്താൽ മതി, പെട്ടെന്ന് ഓർമ്മ വരും. അപ്പം ആ ഹോൾ സാധനം പഠിക്കുന്നതിൻ്റെ 10-1 സമയം കൊണ്ട് നമുക്ക് ഈ മൈൻഡ് മാപ്പുകൾ റിവൈസ് ചെയ്തെടുക്കാം. മാത്രമല്ല ഇത് നാളെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നു, അവിടെയും ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. ഗേറ്റ് എക്സാമിന് പോകുന്നു, യൂസ്ഫുൾ ആവും. അല്ല മറ്റേത് പരീക്ഷയ്ക്ക് പോയാലും. ഇനി പോട്ടെ, നിങ്ങൾ ഇനി സിവിൽ സർവീസിന് പോവുകയാണ്, അതിൽ നിങ്ങളുടെ ഒരു ഓപ്ഷണലായിട്ട് എഞ്ചിനീയറിംഗ് എടുക്കുന്നുവെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം അന്ന് വളരെ പ്രയോജനം ചെയ്യും. വീണ്ടും ഇരുന്ന് പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഞാൻ ഈ പറയാൻ കാര്യം, ഒരുപാട് എഞ്ചിനീയേഴ്സ് സിവിൽ സർവീസിന് പോകുന്നുണ്ട്. സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്ന കുട്ടികളുടെ മെജോറിറ്റി 60% എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ തുറന്നു കിടക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ പഠിക്കുന്നത്. അല്ലാതെ ഈ പരീക്ഷ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ച് തൽക്കാലം വാല്യൂ ചെയ്യുന്ന ആളിനെ കബളിപ്പിക്കാനും സ്വയം കബളിപ്പിക്കാനും അല്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. ആ ഈ മൈൻഡ് മാപ്പിംഗ്, അതുപോലെ മെമ്മറി പാലസ്, നിമോണിക്സ്, അതിനകത്തൊക്കെ ഒരല്പം ക്രിയേറ്റിവിറ്റിയും കൂടെ ആവശ്യമാണ്. വളരെ മനോഹരമായിട്ട് അത് ക്രിയേറ്റീവായിട്ട് അതിനെ അടുക്കും ചിട്ടയോടുകൂടി അടുക്കി വെക്കുമ്പോൾ അപ്പോൾ അത് തന്നെ ഒരു മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പഠിച്ചു വെക്കാൻ. കാരണം അതിനുവേണ്ടി കുറച്ച് സമയം ആവശ്യമാണ്. നമ്മളിതിനെ അടുക്കും ചിട്ടയോടുകൂടി ഈ പറഞ്ഞ പോലെ മെമ്മറി പാലൻസും മൈൻഡ് മാപ്പിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും നേരത്തെ പഠിക്കാൻ ഞാൻ കണ്ടെത്തുന്ന ഒരു മോട്ടിവേഷൻ അതായിരുന്നു. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ അടുക്കും ചിട്ടയാണ്. അപ്പോൾ എല്ലാ കാലത്തേക്കും നമുക്ക് എപ്പോൾ ആരെന്ത് ചോദിച്ചാലും ഈ സംഗതി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് സ്മാർട്ട് ഫോണിൽ ഈ ഗ്രൂപ്പുകൾ നമ്മൾ 1-2 പേരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് പിന്നെ അവരെ അങ്ങോട്ട് ഔട്ടാക്കുക, അവരെ പുറത്താക്കുക. അപ്പോൾ നമ്മൾ മാത്രമായി ഗ്രൂപ്പിൽ. അപ്പോൾ പല വിഷയങ്ങളും ഞാനിതുപോലെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഗതിയെ നോട്ട് ചെയ്തിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അതിനകത്ത് നോക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഫോൺ നമ്മളോട് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നേരത്തെ വർക്ക് തുടങ്ങണം. അത് തലേ ദിവസം ലാസ്റ്റ് മൊമെൻറ്റിൽ ആരംഭിച്ചിട്ട് കാര്യമില്ല. അത് കുട്ടികൾക്കൊരു ഒരു നല്ല ടേക്ക് അവേ പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവർക്ക് എക്സാം സമയത്തെ ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ്സ്, ആ ഒരു സ്ട്രെസ്സാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ആ എക്സാം പ്രഷറിനെ ഡീൽ ചെയ്യാനായിട്ട് അതൊരു വളരെ നല്ല ഒരു ടേക്ക് അവേ പോയിൻ്റാണ്. അടുത്തായിട്ട് സാറേ ഒരു ചോദ്യം ഉള്ളത്, ഈ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരെ ഒരു പാതി വഴിയിൽ എവിടെയോ ഉപേക്ഷിച്ച ഒരു സ്വപ്നത്തിൻ്റെ റിട്രീവേഴ്സായിട്ട് അവരെ കരുതുന്ന പേരൻസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ പരസ്പരം മത്സരിക്കുന്ന ഒരുപാട് കിടമത്സരത്തിൽ നിൽക്കുന്ന ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് ഇവിടെ. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവിടുത്തെ അധ്യാപകർ ഇവരെ കാണുന്ന ഒരുപക്ഷെ ഒരു മത്സര പന്തയ കുതിരയെ പോലെ ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ അവർക്കൊരു പ്രഷർ വരുന്നുണ്ട്. കാര്യം അവർ പേരൻസ് ഉദ്ദേശിക്കുന്ന പോലത്തെ റിസൾട്ട്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന പോലത്തെ മാർക്സ് കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു അതിനകത്തുള്ള ഒരു പ്രഷറിൽ ഇവർ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപക്ഷെ കുട്ടി വേറൊരു രീതിയിൽ ഓറിയൻറ്റഡ് ആയിരിക്കാം. ആ ആൾ ഒരുപക്ഷെ ഒരു ജെനുവിൻ ഒരു നാച്ചുറൽ തോട്ടിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കാം. അവനൊരു പുതിയ ഡിസ്കവറി അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കണ്ടെത്തുന്ന രീതിയിൽ ഓറിയൻറ്റഡ് ആയിരിക്കാം. അവനീ പറഞ്ഞ പോലെ ഒരുപാട് പഠിച്ച് മാർക്സ് ഉണ്ടാക്കുന്ന തരത്തിൽ ഓറിയൻറ്റഡ് ആയിരിക്കണമെന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള കുട്ടികളെ ഇത്തരം പ്രഷേഴ്സ് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു നാച്ചുറൽ ടാലൻറ്റ് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അവനിൽ നിന്ന് സൊസൈറ്റിക്ക് കിട്ടേണ്ട കോൺട്രിബ്യൂഷൻസ് ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇപ്പോൾ 3 Idiots എന്ന് പറയുന്ന മൂവി സാർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഒരു ക്യാരക്ടർ, അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റ്, അത് ഈ പറഞ്ഞ പോലെ അതോറിറ്റീസ് അനുവദിക്കാതിരിക്കുക, അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെപ്പിക്ഷൻ ഉണ്ട് അവിടെ, ഒരു സ്റ്റോറി ഉണ്ട് അവിടെ. അപ്പോൾ അത് പലപ്പോഴും അത്ര ഇൻറ്റൻസിറ്റിയിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ മാതാപിതാക്കളോടും അല്ലെങ്കിൽ അധ്യാപകരോടും സാറിന് എന്താണ് ഈ ഒരു വേളയിൽ പറയാനുള്ളത്? ഒന്ന്, മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളായി നിങ്ങളുടെ കുട്ടികളെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മാത്രമല്ല
ആരൊക്കെയോ കണ്ടുപിടിച്ച എഴുതി തയ്യാറാക്കിയ ഈ വിവരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പഠിച്ച് അത് അതുപോലെ പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ല അടുത്ത തലമുറ ചെയ്യേണ്ടത്. ഇതൊരു അടിസ്ഥാനമാണ്, ഒരു ഗ്രൗണ്ടാണ്, ഒരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ്റെ പുറത്ത് ഒരുപാട് വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കേണ്ട ആൾക്കാരാണ് ഈ കുട്ടികൾ. അപ്പോൾ അവിടെ അവരുടെ ചിന്തകൾ വളരെ അനന്തമായിട്ട് പറത്തിവിടാനുള്ള ഒരു സാഹചര്യം, അനുകൂല സാഹചര്യം വീടുകളിലും ഉണ്ടാകണം, ക്യാമ്പസുകളിലും ഉണ്ടാകണം. അപ്പോൾ അവിടെ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ്, ഒരു പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ധാർമ്മികമായ ബാധ്യത രക്ഷിതാവിനുമുണ്ട്, അധ്യാപകർക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവരുടെ, നമ്മളിപ്പോൾ എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, മനസ്സിൻ്റെ വൈകാരികാവസ്ഥ നന്നായിരുന്നില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ലോകത്തിന് വലിയ ഗുണമുണ്ടാകില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു സമ്മർദ്ദത്തിൻ്റെ തീവ്രതയിൽ സ്വയം ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യത പോലും കൂടുതലാണ്. ഇപ്പോൾ വീട്ടിൽ നമ്മൾ പലപ്പോഴും ഈ പ്രൊഫഷണൽ കോളേജിൽ കുട്ടികളുടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ കുട്ടികളിൽ നിന്നങ്ങ് വിട്ടുകളയും. അപ്പോൾ അതുവരെ എൻട്രൻസിൻ്റെ തലേന്ന് വരെ ഇങ്ങനെ നിൽക്കുന്ന മാതാപിതാക്കളായി ഇനി ആ വഴിക്ക് പോയിക്കോളൂ, ഇനിയിപ്പം ജോലി കിട്ടിയിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിലും അങ്ങനെയല്ല. ഒരു അരമണിക്കൂർ സമയമെങ്കിലും, എത്ര തിരക്കുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഈ കുട്ടികളോട് സംസാരിക്കാൻ മാതാപിതാക്കൾ അവസരം കണ്ടെത്തണം. ഒരു ക്വാളിറ്റി ടൈം. ഈ ക്വാളിറ്റി ടൈം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് അവരെ ശാസിക്കാനോ ഉപദേശിക്കാനോ അവർക്ക് നിർദ്ദേശം കൊടുക്കാനോ ഉള്ള സമയമേ അല്ല, മറിച്ച് കുട്ടികൾ പറയുന്നത് രക്ഷിതാക്കൾ കേൾക്കേണ്ട സമയമാണ്. അപ്പോൾ പല മാതാപിതാക്കളുടെ ആശങ്ക ഈ പുതിയ വില കൂടിയ ഉപകരണങ്ങൾ ചോദിക്കുമോ, ക്ലാസ്സിലുള്ള മറ്റ് പലർക്കും അതുണ്ട് ഇതുണ്ട്, അപ്പോൾ അത് വാങ്ങിത്തരണമെന്ന് പറയുമോ, കൊനഷ്ട സംശയങ്ങൾ ചോദിക്കുമോ, ഇതൊക്കെ കാരണമാണ് ഈ മാതാപിതാക്കൾ പതുക്കെ അങ്ങ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും കരുതരുത്. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഡെയിലി ഈ ഒരു അരമണിക്കൂർ കോൺവെർസേഷൻ ഉണ്ടായാൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഓരോ ദിവസവും നടക്കുന്നു എന്ന് നിങ്ങൾ അറിയും. അവന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായാൽ അത് നിങ്ങളറിയും. ആ കുട്ടിയുടെ പുറത്ത് എന്തെങ്കിലും അനാരോഗ്യകരമായ സ്വാധീനം എവിടെ നിന്നെങ്കിലും വന്നാൽ, അത് ലഹരിയുടെ രൂപത്തിലായാലും മറ്റേത് രൂപത്തിലായാലും നിങ്ങൾ തുടക്കത്തിലേ അറിയും. തുടക്കത്തിലെ ആരോഗ്യകരമായി ഇടപെടാൻ നിങ്ങൾക്ക് പറ്റും. പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ഈ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നു, അല്ലെങ്കിൽ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത, അല്ലെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ചില വ്യക്തിബന്ധങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നു. അത് പ്രതിസന്ധികളിൽ ചെന്ന് ചേരുന്നു. ഇത് ലോകത്തെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് മാതാപിതാക്കൾ അറിയുന്നത്. ഈ നാട്ടിലെ ഒരു വലിയ ദുരന്തമാണ്. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അരമണിക്കൂർ ക്വാളിറ്റി ടൈം കൊടുക്കണം. ആ അരമണിക്കൂർ സമയം എന്തും ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസ് വീട്ടിലുണ്ടാവണം. അവർക്ക് സംശയമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും തുറന്ന് ചോദിക്കാനും ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് വീട്ടിൽ വേണം. കുട്ടികൾ ചോദിക്കുന്ന വിഷയങ്ങളെല്ലാം രക്ഷിതാക്കൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അത് ഒരു പ്രായം കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിലും ഇങ്ങനൊരു വിഷയം കുട്ടിക്കുണ്ടെന്ന് മനസ്സിലായി അത് ആരോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണം. ഒരുപക്ഷെ അധ്യാപകരോട് ചോദിച്ചാൽ വ്യക്തത വരുത്താവുന്ന കാര്യങ്ങളുണ്ടാവാം. ചിലത് ഡോക്ടർമാരോട് ചോദിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ അറിവുള്ള ആളുകളോട് ചോദിക്കേണ്ടി വന്നേക്കാം. ആരോടാണോ ചോദിക്കേണ്ടത് ചോദിച്ച് നിവർത്തി വരുത്തി കൃത്യമായി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം വീടുകളിൽ വരണം. എങ്കിൽ മാത്രമേ ഒരു സന്തോഷത്തോടുകൂടി ഈ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റൂ. കാരണം മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിരിക്കുന്നു, ഇതാരോടും തുറന്നു പറയാൻ വയ്യ. അവിടെ ചിലപ്പോൾ ഒരു ചൂഷണത്തിൻ്റെ, ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ എലിമെൻറ്റ് കിടക്കുന്നുണ്ടാവും. ഇത് പുറത്ത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ളൊരു ആശങ്കയോടെ കഴിയുന്ന കുട്ടിയുടെ മാനസിക സമ്മർദ്ദം ആലോചിച്ച് നോക്കുക, എത്ര ഭീകരമായിരിക്കുന്നു. അധ്യാപകരോടും പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോളേജുകളിൽ ഫസ്റ്റ് ഇയർ ഇരിക്കുന്ന കുട്ടികൾ ഒരു 3 വർഷം അവരുടെ ഓഫ്ലൈൻ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ ഈ ഓഫ്ലൈൻ വിദ്യാഭ്യാസം നഷ്ടപ്പെടുമ്പോൾ അതിനോടൊപ്പം ഈ കുട്ടികൾ ആർജിച്ചിരിക്കേണ്ട കുറേയധികം നിപുണതകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാലം കഴിഞ്ഞ് പിന്നീട് ക്ലാസ്സുകളൊക്കെ തുറന്നപ്പോൾ പല കോളേജുകളിലും പോയപ്പോൾ അധ്യാപകർ പറഞ്ഞൊരു പരാതി, കുട്ടികൾക്ക് ഇപ്പോൾ അധ്യാപകരെ ബഹുമാനമില്ല. ക്ലാസ്സിൽ അധ്യാപകർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ക്യാമ്പസിൻ്റെ കോളേജിൻ്റെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ പണ്ടൊക്കെ ഒരു അധ്യാപകൻ വന്നാൽ ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇല്ല, കൈകോർത്ത് പിടിച്ചിങ്ങനെ അലസമായി നടക്കുന്നു. അപ്പോൾ ഈ നമ്മൾ എറ്റിക്വറ്റ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, മര്യാദ എന്ന് പറയുന്ന ആ സംഗതി. ആ മര്യാദ ഓരോ സംസ്കാരത്തിനും അനുസൃതമായിട്ട് പല സ്ഥലത്തും വരുമെങ്കിലും പൊതുവായ ചില മര്യാദകളുണ്ട്. ഈ മര്യാദകൾ ഒന്നും ജീവിതത്തിൽ പാലിക്കാനുള്ളൊരു അവസരം കിട്ടാതെ വന്നത് പതിയെ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള കുറച്ച്
ഒരു സ്റ്റേജിലാണ് ഈ കുട്ടികൾ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി അവരോട് ഇടപെടുകയും വേണം. അതേപോലെ തന്നെ അവരുടെ ക്രിയാത്മകമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ ഈ കോളേജുകളിൽ ഒരുപാട് ക്ലബ്ബുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരുപക്ഷെ കോർ എഞ്ചിനീയറിംഗ് സ്കിൽസിലായിരിക്കില്ല ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ടാലൻറ്റ്. അവനൊരു നല്ല സ്പീക്കറായിരിക്കാം, അല്ലെങ്കിൽ അവൻ നല്ല റൈറ്റർ ആയിരിക്കാം, നല്ല മ്യൂസീഷ്യൻ ആയിരിക്കാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുള്ള എത്രയോ പ്രഗത്ഭരായ സംഗീത സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്, അല്ലേ, എത്രയോ മറ്റേതെല്ലാം മേഖലകളിൽ പോയവരുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നാളെ അവൻ ഉപജീവനം കഴിക്കാൻ പോകുന്ന ഇതിൽ ഏത് മേഖലയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ഉപജീവനം കഴിക്കുക മാത്രമല്ല, ലോകത്തിന് സംഭാവന നൽകാൻ പോകുന്ന ഏത് മേഖലയിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ അധ്യാപകർ കുട്ടികളെ കാണേണ്ടത് എൻ്റെ രക്ഷ ഇവനിലൂടെയാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, ഒരു അധ്യാപകൻ്റെ ഒരു ഫിലോസഫി, എൻ്റെ രക്ഷ ഇവനിലൂടെയാണ്. എൻ്റെ വിദ്യാർത്ഥി രക്ഷപ്പെട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിനെ ആ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിലുള്ള രക്ഷപ്പെടലാകണമെന്നില്ല. ഇപ്പോൾ ഒരു റാങ്ക് വാങ്ങുക, യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് റാങ്കുകൾ എല്ലാ ബ്രാഞ്ചിലും വാങ്ങി, പലപ്പോഴും അതൊരു ഉപയോഗശൂന്യമായ നേട്ടമായിരിക്കാം. സത്യമല്ലേ? നമ്മളൊരു തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോഴോ ഒക്കെ ഈ പറയുന്ന സാധനം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിന് പകരം അവന് കുറച്ച് ഇൻഡസ്ട്രിക്ക് വേണ്ട ചില സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അവനെ ഒന്ന് ഗൈഡ് ചെയ്യുന്നു. 100% പഠിപ്പിക്കണമെന്നില്ല. ഇന്ന മെറ്റീരിയൽ നോക്കുക, ഇന്ന റിസോഴ്സസ് എക്സ്പ്ലോർ ചെയ്യുക, ഇന്ന ആൾക്കാരോട് സംസാരിക്കുക. ആ ഒരു മെൻറ്ററിങ്, ഒരു ഹാൻഡ് ഹോൾഡിങ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അത്യാവശ്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ കുട്ടി നിങ്ങളെ ഓർക്കും. ജീവിതത്തിൻ്റെ അവസാനം വരെ അവൻ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും, സംശയമില്ലാത്ത കാര്യമാണ്. ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അതാണല്ലോ. ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ എല്ലാം ഒന്ന് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും വിദ്യാർത്ഥികൾ കാണും. അവർ നിങ്ങളൊരു നല്ല അധ്യാപകനായിരുന്നു, അവരെ നന്നായി മെൻറ്റർ ചെയ്തുവെങ്കിൽ അവർ നിങ്ങളെ ഓർക്കും. അതാണ് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഫേസിൽ ഉണ്ടാകാൻ പോകുന്നൊരു സെൻസ് ഓഫ് വെൽബീയിങ്ങിൻ്റെ ഒരു ബേസിസ്. ആ ഒരു മെൻറ്ററിങ്, ആ മെൻറ്ററിങ്ങിൽ ഒരു പ്രധാന സംഗതി റിസർച്ച് എൻകറേജ് ചെയ്യണം. ഇപ്പോൾ ഈ കുട്ടികൾ അവരുടേതായ ഐഡിയാസ് ഉപയോഗിച്ച് കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങളെ, അതിനിപ്പം ധാരാളം ICMRൻ്റെ ഫണ്ടിങ് അടക്കമുള്ള പല പല ഫണ്ടിങ് സോഴ്സസ് ഉണ്ട്. ആ ഫണ്ടിങ് സോഴ്സസ് യൂസ് ചെയ്ത് തന്നെ പുതിയ റിസർച്ച് നടത്താൻ ഈ കുട്ടികളെ എൻകറേജ് ചെയ്യണം. ആ റിസർച്ചിൻ്റെ പാതയിലേക്ക് അവരെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നാളെ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകും എന്നുള്ളത് സംശയമില്ല. പിന്നെ ഈ കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്യരുത്. അത് മാതാപിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളൊരു കാര്യമാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ IITയിൽ പഠിക്കുന്ന ഒരാൾ കാണും. അപ്പോൾ അവനത് കിട്ടി എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മകനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുട്ടി മറ്റൊരു കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷേ ആ കോളേജിൽ അവന് പരമാവധി നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ അധ്യാപകരും അത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഒരുപോലെയുള്ള സ്കിൽസുമായിട്ട് ഒരുപോലെ ഇരുന്നാൽ ഈ ലോകത്തിനൊരു വെറൈറ്റി ഇല്ലാതെയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, ഈ കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അധ്യാപകർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊരു പ്രയാസം വന്നാൽ അവരെ കേൾക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അക്കാഡമിക് അല്ലാത്ത പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ആദ്യം നോട്ട് ചെയ്യാൻ പോകുന്ന അധ്യാപകനായിരിക്കാം. കാരണം നന്നായി ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു കുട്ടി ഡള്ളായിട്ടിരിക്കുന്നു, ആരോടും സംസാരിക്കുന്നില്ല, ശബ്ദം കേൾക്കുമ്പോൾ ഒരു അസഹിഷ്ണുത കാണിക്കുന്നു, തമാശ കേട്ടിട്ട് ചിരിക്കുന്നില്ല. അധ്യാപകർ ക്ലാസ്സിൽ ലൈവ്ലി ആക്കാൻ വേണ്ടി തമാശയൊക്കെ പറയുമ്പോൾ ഒട്ടും ചിരിക്കുന്നില്ല, ഒരു ഈ ലോകത്തെ അല്ലാത്ത മട്ടിലിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ അറ്റൻഷനും ഒരു പേഴ്സണൽ ഹിയറിങ്ങും കൊടുക്കണം. പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ നമുക്ക് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അധ്യാപകരെ പലപ്പോഴും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവർ തെറ്റിദ്ധരിക്കാറുണ്ട്. കാര്യം കുട്ടികൾ ഒരു പക്ഷേ ഇമ്മച്യൂർ ആയിരിക്കാം, അവർ ഒരു അപ്രോച്ചബിൾ ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവർ ഒരു പക്ഷേ അടുത്തോട്ട് ചെല്ലുന്നുണ്ടാവില്ല. അപ്പോൾ അധ്യാപകർ പലപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യാറില്ല. ഒരു എക്സ്ട്രാ മൈൽ ചെന്ന് അവരോട് ഇടപഴകുക, അല്ലെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് വരുന്നവർ വളരെ ചുരുക്കം അധ്യാപകർ മാത്രമാണ്. കാര്യം അവർ അങ്ങനെ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ വാല്യൂ പോവും, റെസ്പെക്റ്റ് പോകും എന്നൊക്കെ കരുതി അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഇവരവരെ അല്പം ഡിസ്റ്റൻസിൽ തന്നെ നിലനിർത്തി പോകുന്ന അധ്യാപകരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് നല്ല ഈ നേരത്തെ പറഞ്ഞ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ആണ് നഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളത് ബ്രേക്ക് ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവൻ്റെ നാച്ചുറലായിട്ട് കൂടുതൽ അവൻ സംശയം ചോദിക്കാൻ തുടങ്ങും. നമുക്ക് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്സ് ഒരുപാട് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു തമാശ പറഞ്ഞാൽ അവൻ ചിരിച്ചില്ലെങ്കിൽ
കുറച്ച് അറിവുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ളൊരു അധ്യാപകനാണെങ്കിൽ ഇത് കാണുമ്പോൾ അവനെന്തോ പ്രശ്നമുണ്ട്, അവനോട് എനിക്ക് സംസാരിക്കണം എന്നൊരു ചിന്തയായിരിക്കും വരിക. വേറെ ചിലർക്ക് ദേഷ്യം വരിക. കാര്യം ഇവനെ ചിരിക്കാതിരിക്കുന്നെങ്കിൽ എന്നോടെന്തോ ദേഷ്യപ്പെട്ടിട്ടാണ്, എന്നോടെന്തോ വിരോധമുള്ളതാണ് അവൻ ചിരിക്കാത്തതെന്നുള്ള മറ്റിൽ അവനെ കരുതുന്നവരുണ്ട്. അപ്പോൾ അത് പിന്നീട് അതൊരു വൈരാഗ്യ ബുദ്ധിയോടെയും പകയോടെയും ഒക്കെ പെരുമാറുന്ന വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള അധ്യാപകരും ഉണ്ട് ഈ സിസ്റ്റത്തിൽ. അപ്പോൾ അത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സ്റ്റുഡൻസിലേക്ക് വരുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഒരു സ്ട്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ബി.ടെക് കഴിഞ്ഞ് എം.ടെക് കഴിഞ്ഞിട്ട് ആ ബേസിക് ക്വാളിഫിക്കേഷനിൽ ഇവർക്ക് PSC എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാം. പക്ഷേ ഇതിനകത്ത് എവിടെയും നമുക്ക് സ്കൂൾ ലെവലിലൊക്കെ ഉള്ളതുപോലെ B.Ed പഠിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി ഇല്ല. അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് മിസ്സിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ബേസിക് സൈക്കോളജി കാര്യങ്ങളൊക്കെ, അപ്പോൾ അധ്യാപകർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ അത്തരം കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ആവശ്യമാണ് എന്ന് സിസ്റ്റത്തിൽ മിസ്സിങ് ആയിട്ടൊരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നി. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ലൈഫ് സ്കിൽസ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അക്കാര്യത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എഞ്ചിനീയറിംഗ് അധ്യാപകർ മാത്രമല്ല, മെഡിക്കൽ അധ്യാപകരും ഇതേ തോണിയിൽ തന്നെയാണ്. യാതൊരു അധ്യാപക പരിശീലനവും ലഭിക്കാതെയാണ് അധ്യാപകരായി മാറുന്ന ആളുകളാണ്. ആദ്യ ദിവസം തന്നെ അങ്ങ് നീന്താൻ പറയുന്നു, നീന്തുന്നു. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾ പറയുമ്പോൾ അതിൽ നിന്ന് ചില പാഠങ്ങളൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അഡോളസൻസ്, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ, ദേ ഹാവ് എ ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് ബൈ ദെയർ ടീച്ചേഴ്സ്. അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളെല്ലാം അവരെ മൂല്യനിർണ്ണയം നടത്തും. ഈ മൂല്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 30 വർഷത്തിന് മുമ്പ് ചിന്തിക്കാനാകാത്ത പലതരം കാഴ്ചപ്പാടുകൾ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലും ഇന്ന് ക്യാമ്പസുകളുണ്ട്. ക്യാമ്പസുകളത് സജീവമായി. അപ്പോൾ ആ പറഞ്ഞ ഈ പുതിയ കാല കാഴ്ചപ്പാടുകളെയൊക്കെ ഈ ദഹനക്കേടോടെ കാണുന്ന ഒരു അധ്യാപകന് ഒരിക്കലും ഈ കുട്ടികളുമായിട്ട് സിങ്ക് ചെയ്തു പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും ഈ പറയുന്നത് നമ്മളിപ്പം നോക്കുമ്പോഴത്തേക്ക് പല അധ്യാപകർക്കും ഈ പറഞ്ഞ ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് ഉണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടി ജഡ്ജ് ചെയ്ത് കളയുമോ, അല്ലെങ്കിൽ കുട്ടിയുമായിട്ട് കൂടുതൽ സൗഹൃദം പുലർത്തിയാൽ സഹപ്രവർത്തകർ ജഡ്ജ് ചെയ്ത് കളയുമോ, ഇങ്ങനെ പലതരത്തിൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ മസിൽ പിടിച്ചിരിക്കുമ്പോൾ ഉള്ള ഒരു വാല്യൂ നമ്മൾ കുറച്ച് സൗഹൃദം കാണിച്ചാൽ കിട്ടാതിരിക്കുമോ തുടങ്ങിയ പലതരം ആശങ്കകൾ ഈ രണ്ട് ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്ലൂയിഡ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും നോക്കുക, ഈ അധ്യാപകനെ പേര് വിളിക്കുന്ന രീതി ഉണ്ട്. അതങ്ങനെയാണ്. കാരണം അവിടെ ഇപ്പോൾ ഈ തോക്കും ചൂണ്ടിക്കൊണ്ട് ആരും പണിയെടുപ്പിക്കാൻ നിൽക്കുന്നില്ല, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നില്ല, പഞ്ചിങ് ഇല്ല, ഒന്നുമില്ല. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇൻബിൽറ്റാണ്. ചെറുപ്രായം തൊട്ട് തന്നെ നിൻ്റെ ഉത്തരവാദിത്തമാണിത്, ഇത് നീ നിർവഹിക്കേണ്ടത് നിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ആത്മാഭിമാനത്തിൻ്റെ വിഷയമാണ്. അത് ചെയ്തില്ലെങ്കിൽ നീ ഉപയോഗശൂന്യനാണ്. ഈ ഒരു മെസ്സേജ് ക്ലിയറാണ്. അതോടുകൂടി ഈ പറഞ്ഞ അറ്റൻഡൻസും ഇല്ല, ഒന്നുമില്ല, വളരെ ക്ലിയറായിട്ട് അത് പോകും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സ്വന്തം ജോലിയിൽ ഒരു മനുഷ്യൻ ഉഴപ്പിക്കഴിഞ്ഞാൽ അവൻ ലോകമ്ലേച്ഛനാണ് എന്നുള്ള രീതിയിലായിരിക്കും എൻറ്റയർ സിസ്റ്റം അയാളെ കാണുമ്പോൾ. അപ്പോൾ ഈ ഇൻബിൽറ്റ് ഡിസിപ്ലിൻ, അപ്പോൾ നമ്മൾ ഈ പാശ്ചാത്യ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നു, സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പക്ഷേ അവിടെയുള്ള ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ കാണാൻ വിസമ്മതിക്കുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ ഇവിടെയും വരണം. അത് അധ്യാപകരിലും വരണം, വിദ്യാർത്ഥികളിലും വരണം. അറ്റ് ദ സെയിം ടൈം നേരത്തെ സൂചിപ്പിച്ച പോലെ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്, അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ പലയിടത്തും പലരും പറയാറുണ്ട് ഈ അധ്യാപകർക്ക് കൗൺസിലിംഗ് പരിശീലനം കൊടുക്കണം. ഞാൻ പറയും കൗൺസിലിംഗ് പരിശീലനത്തെക്കാൾ കൂടുതൽ ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് അല്ലെങ്കിൽ അവയർനെസ്, അതാണ് ആവശ്യം. ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന 2016 ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് ഒരു മാനസിക സമ്മർദ്ദമുള്ള ഒരാളിനെ എത്തിക്കുന്നതിന് മുൻപ് ഒരു തരം പ്രൊഫഷണൽ ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ലാത്തൊരു സാധാരണക്കാരന് നടത്താവുന്ന പ്രാഥമിക ഇടപെടലാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ്. ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് കുറേ അധികം ആളുകൾ നിർബന്ധമായും പരിശീലിച്ചിരിക്കണം എന്നൊരു ലിസ്റ്റ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ളതാണ് അധ്യാപകർ. എല്ലാ അധ്യാപകരും ഇതിൽ ട്രെയിൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരാൾ തലകറങ്ങി വീണു, പാമ്പ് കടിയേറ്റു, ഇലക്ട്രിക് കറണ്ട് അടിച്ചു, വെള്ളത്തിൽ വീണു, അപ്പോഴൊക്കെ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതിനെക്കുറിച്ച് സ്കൂളിൽ തന്നെ പഠിക്കുന്നു. പക്ഷേ നമുക്ക് പരിചയമുള്ള ഒരാളൊരു മാനസിക സമ്മർദ്ദം അനുഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആരും ഫസ്റ്റ് എയ്ഡ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിൽ 5 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും. ഒന്ന്, അപ്രോച്ച്. ഈ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിൻ്റെ പ്രയാസം, നീ കുറച്ച് ദിവസമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നില്ല, എന്താ നിൻ്റെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കണം. കുട്ടി ഇങ്ങോട്ട് വന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. പല അധ്യാപകരും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറയും, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാം, യു ആർ ഓൾവേസ് വെൽക്കം.
പക്ഷെ ആ ഒരു സെൻറ്റൻസ് കൊണ്ട് മാത്രമേ കുട്ടികൾ തുറന്ന് പറയണമെന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് അതിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ കുട്ടിയുടെ പ്രശ്നം നമ്മുടെ ഇന്നത്തെ ഈ കഴിഞ്ഞ തലമുറയുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്ന ഒരു വിഷയമാകണമെന്നില്ല. ഇറ്റ് മേ ബി ടോട്ടലി ഡിഫറെൻറ്റ് ഇഷ്യൂസ്. അപ്പോൾ അത് എങ്ങനെ ഈ അധ്യാപകൻ്റെ അടുത്ത് പറയും? അതിങ്ങനെ ആ കുട്ടികളുടെ ഒരു ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് അങ്ങോട്ട് ചെന്ന് തന്നെ അന്വേഷിക്കേണ്ടി വരും. പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി നീ കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, നീ വന്ന് എന്നെ കാണണം എന്ന് പറയുകയല്ല വേണ്ടത്. ഇറ്റ് ഷുഡ് ബി എ പേഴ്സണലൈസ്ഡ് തിങ്. കാരണം അത് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞാൽ കുട്ടിയെ പേഴ്സണലി വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇസ് ലിസൺ. ആ കുട്ടി പറയാനുള്ള കാര്യങ്ങളെല്ലാം ക്ഷമയോടെ, ഒരു മുൻവിധികളുമില്ലാതെ, തടസ്സപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, കളിയാക്കാതെ, ആ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ അവസാനം വരെ കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആ പ്രശ്നം പറഞ്ഞു തുടങ്ങി 2 വരിയാകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സൊല്യൂഷൻ ക്ലിയർ ആയിരിക്കും. ബട്ട് ആ പ്രോബ്ലം പൂർണ്ണമായും ഈ അധ്യാപകൻ മനസ്സിലായി എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ആ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പൊതുവെ അധ്യാപകരെക്കുറിച്ച് 2 പരാതികളാണ്. ഒന്ന്, അധ്യാപകർ നല്ല ഉപദേശികളാണ്, പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഉപദേശം വന്നു പോകും, കുട്ടികൾക്കത് ഇഷ്ടമല്ല. 2, എന്തെങ്കിലും ഒരു സ്വകാര്യം ഈ അധ്യാപകനോട് പറഞ്ഞാൽ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് എല്ലാവരും കൂടി ഇതിരുന്നങ്ങ് പറഞ്ഞങ്ങ് ആഘോഷിച്ച് കളയുമോ, ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്കയാണ്. അപ്പോൾ നമ്മൾ ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് പറയാം, കോൺഫിഡൻഷ്യാലിറ്റി ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് എന്നുള്ളത് നമുക്ക് പറയാം. അവസാനം വരെ ആ കുട്ടിയെ കേൾക്കുക, ആ ലിസണിങ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഗിവ് ഇൻഫർമേഷൻ ആൻഡ് റീഅഷുറൻസ്. ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ കുട്ടി വിഷമിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സഹപാഠി സംസാരിക്കുന്നില്ല അവനോട്, അതായിരിക്കാം. അപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായി തോന്നുക, ഒന്നുകിൽ അയാൾക്ക് നമ്മളോട് എന്തോ വെറുപ്പുണ്ട്, നമ്മളെന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അയാൾക്ക് അഹങ്കാരമാണ്. 2 കാര്യങ്ങളാണ്. ഇത് രണ്ടുമല്ലാതെ വേറെ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ആ പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ഒരുപക്ഷെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടാകാം, ആർക്കെങ്കിലും കാര്യമായ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടാകാം. ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡിലുള്ള ഒരാൾക്ക് മറ്റൊരാളോട് ചിരിക്കാനും സംസാരിക്കാനും പറ്റില്ല. ആ ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ അധ്യാപകന് ചെയ്യാൻ പറ്റും. അതാണ് ഗിവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നമായിരിക്കാം. അച്ഛൻ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ടെർമിനൽ സ്റ്റേജിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സാരമില്ലെന്ന് പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല ഇതൊന്നും. പക്ഷേ അവിടെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ടാവും വിധം ഐ വിൽ സപ്പോർട്ട് യു. ഇതാണ് ആ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, അൺകണ്ടീഷണലോ അങ്ങനത്തെ സപ്പോർട്ടോ ഒന്നുമല്ല, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റെപ്പായി. ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ കുട്ടികൾക്കൊരു സമാധാനം വരും. ലോകത്തിൽ ആദ്യമായി ഒരാൾ എന്നെ കേട്ടു, മുൻവിധികളില്ലാതെ കേട്ടു. 2, അദ്ദേഹം എൻ്റെ പ്രശ്നത്തിന് കുറച്ച് ഒരു പരിഹാരം തന്നു, അല്ലെങ്കിൽ എന്നോടൊപ്പമുണ്ട് എന്നുള്ളതെങ്കിലും അദ്ദേഹം ഒന്ന് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പ് എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെയോ കൗൺസിലിങ്ങിലൂടെയോ എന്താണോ അതിന് വേണ്ടതെന്ന് വെച്ചാൽ അതിലൂടെ പരിഹാരം കാണാൻ. 5ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ഈ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടി ഒറ്റപ്പെട്ടു പോകരുത്. അപ്പോൾ അവിടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, ഇവർക്കെല്ലാവർക്കും ഒരു ജോലിയുണ്ട്. പലപ്പോഴും ഈ ഡിപ്രഷൻ, വിഷാദമൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത് നമുക്കാരുമില്ല എന്നൊരു തോന്നൽ വരാൻ. 100 കണക്കിന് ആളുകൾ ചുറ്റും ഉണ്ടാവും, പക്ഷേ അവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആ ഡിപ്രസ്ഡ് ഫ്രെയിം ഓഫ് മൈൻഡ്. അവിടെ ഒരു 5 മിനിറ്റ് നേരം ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാൽ പോലും സ്വന്തം ജീവൻ എടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. അവിടെയാണ് ഈ സോഷ്യൽ സപ്പോർട്ടിൻ്റെ പ്രസക്തി. ആ മനപ്രയാസം, മാനസിക സംഘർഷം ഒന്ന് അയഞ്ഞു വരുന്നത് വരെ ചുറ്റും ആളുകൾ ഉണ്ടാകണം. വി ഷുഡ് എൻഷുർ ദാറ്റ് ചൈൽഡ് സോഷ്യലി കണക്റ്റഡ്. അങ്ങനെ നമുക്ക് പല ദുരന്തങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ കുറച്ചുകൂടെയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ആൺകുട്ടികൾ പലപ്പോഴും അത്രത്തോളം ഓപ്പൺ അപ്പ് ചെയ്യും. ടോക്സിക് മാസ്കുലൈനിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട്. വിഷലിപ്ത പൗരുഷം, അതായത് മാസ്കുലൈൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ
ചില ഗുണഗണങ്ങളുണ്ട്. കരയാൻ പാടില്ല, വേദനയുണ്ടെന്ന് പറയാൻ പാടില്ല, അസുഖങ്ങൾക്ക് ചികിത്സ തേടാൻ പാടില്ല, മാനസിക പ്രയാസങ്ങൾക്ക് ഒരു കാരണവശാലും ചികിത്സ തേടാൻ പാടില്ല. നമ്മൾ തന്നെയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. 5 വയസ്സുള്ളൊരു കുട്ടി വീട്ടിൽ തെന്നി വീണ് കരയാൻ തുടങ്ങുമ്പോൾ നീ ഒരാണല്ലേ, നീ കരയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടോക്സിക് മാസ്കുലൈനിറ്റിയുടെ ആദ്യത്തെ വിത്തുകൾ വരികയാണ്. അപ്പോൾ പലപ്പോഴും ഇവർ അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടുതൽ എഫർട്ട് വേണ്ടി വരും ആൺകുട്ടികൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് സത്യം. ഈ ഒരു പോയിന്റിൽ ശരിക്കും ക്ലാസ്മേറ്റ്സിനും ഹോസ്റ്റൽ മേറ്റ്സിനും ഒക്കെ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന, എന്തെങ്കിലും പരാജയത്തിലോ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റിലോ തളർന്നിരിക്കുന്ന, വേദന അനുഭവിക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് കൃത്യമായ സമയത്ത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും അത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ ജനറേഷൻ വരുന്ന അടുത്ത ജനറേഷൻ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. സർ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം പേര് വഴിതെറ്റി കയറി ചെല്ലുന്ന കെട്ടിടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിനീയറിംഗ് കോളേജാണ്. കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡ്രോപ്പ് ഔട്ട്സ്, മറ്റേത് കോഴ്സിനെക്കാട്ടിലും ഏറ്റവും അധികം ഡ്രോപ്പ് ഔട്ട്സ്, അതുപോലെ കരിയർ ഷിഫ്റ്റിംഗ്, ഇത് പഠിച്ചിട്ട് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മറ്റ് ചില ജോലികൾ ചെയ്യുക. അപ്പോൾ ഇത് പലപ്പോഴും ഈ പ്രോസസ്സിലേക്ക് വരുന്നത്, അതായത് 4 വർഷം ഇവർ പഠിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് അറ്റൻഡൻസ് റാങ്ക് നേടി, അതുപോലെ ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഫീസൊക്കെ അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഒരുപാട് തോട്ട് പ്രോസസ്സും ഒരുപാട് സ്റ്റേക്സ് ഇൻവോൾവ് ആണ്. ഇതിനെല്ലാം ശേഷം എവിടെയോ സംഭവം അവർക്ക് ആ ഒരു പർപ്പസ് ഇല്ലായ്മ തോന്നുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സംവെയർ ദേ ഗെറ്റ് സ്റ്റക്ക്. അവിടെ അവർ ഒരു വളരെ വിഷമകരമായിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് വരികയാണ്, ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യണോ. എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം കുട്ടികളിലും ആ ഒരു ചിന്ത എന്തായാലും വരും. ഇത് എൻ്റെ പ്രശ്നമാണോ, കോഴ്സിൻ്റെ പ്രശ്നമാണോ, ഞാനിത് വിടണോ, ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകണം. നമുക്ക് ഒരുപാട് പ്രഗത്ഭരെ അറിയാം കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണ് വേണു നാഗവള്ളി, കോഴ്സ് ഡ്രോപ്പ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത ഒരുപാട് മഹാന്മാരുണ്ട്, ബിൽ ഗേറ്റ്സ് ഉണ്ട് അല്ലേ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ കുട്ടികൾ ഇത്തരത്തിലൊരു കൺഫ്യൂഷനിൽ എത്തി നിൽക്കുമ്പോൾ, ഞാനത് ഡ്രോപ്പ് ചെയ്യുന്നതാണോ എനിക്ക് നല്ലത്, ഞാൻ മുന്നോട്ട് പോകണോ എന്ന് പറയുന്ന ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കടന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെസ്സ് തന്നെയാണ്. ചിലർ അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് ചിലപ്പോൾ കടന്നു പോയിരിക്കും. അപ്പോൾ അത്തരം അവസ്ഥകളിൽ കുട്ടികൾ സ്വയം ചോദിക്കേണ്ട, അല്ലെങ്കിൽ അവർക്കുണ്ടാവേണ്ട ആത്മപരിശോധനകൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ആത്മപരിശോധന കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നടക്കേണ്ട ഒരു കാര്യം. കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ നാട്ടിൽ വളരെ അത്ര നല്ല രീതിയിൽ നടക്കുന്നില്ല. കാരണം പലപ്പോഴും കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന പല സെഷൻസും കുറേ വലിയ സ്ഥാപനങ്ങൾ, അവിടെ ഉള്ള കോഴ്സുകൾ, അവിടെ നിന്ന് പാസ്സായാൽ കിട്ടാവുന്ന ജോലി സാധ്യതകൾ, വിദേശ ജോലി സാധ്യതകൾ, ശമ്പളം, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ സ്വപ്ന ലോകത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ ഒരു കോഴ്സ് പഠിക്കാൻ, ഈ ഒരു തൊഴിൽ ചെയ്യാനുള്ള അഭിരുചി തനിക്കുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ മാത്രം അവിടെ നടക്കുന്നില്ല, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. ശരിക്കും ഈ കരിയർ ഗൈഡൻസ് തന്നെ ഒരു 3 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ബഹുമുഖ ബുദ്ധി വൈഭവം. ഓരോ കുട്ടിയുടെയും ഏറ്റവും ഡോമിനൻറ്റ് ഇൻ്റലിജൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ്. ഈ ഇൻ്റലിജൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ഒരു മേഖലയിൽ കൊണ്ട് വിട്ടാൽ ആ പ്രക്രിയ, ആ പഠനം അല്ലെങ്കിൽ ആ മേഖല അവന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വിനോദം നിങ്ങളുടെ തൊഴിലായി മാറിയാൽ ജീവിതത്തിൽ ഒരു ദിവസം പോലും തൊഴിൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്ന് പറയാം. അതാണ് കോൺഷ്യൻഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതെ. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. ഉദാഹരണത്തിന് അന്തർമുഖ വ്യക്തിത്വമുള്ള ഒരാളിനെ കൊണ്ടുപോയി ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചാൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് സാധാരണ ഇന്ന കരിയറാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അങ്ങനത്തെ പ്രക്രിയകളൊന്നും നടക്കാതെ ഈ ഒരു മേഖലയിൽ വന്നു പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ആ വിഷയം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായം തേടണം. അക്കാഡമിക് ഹെൽപ്പുകൾ ഇഷ്ടം പോലെ ഇന്ന് ലഭ്യമാണ്, അതിന് യാതൊരു കുറവുമില്ല. പക്ഷെ തുറന്ന് ചോദിക്കണം എന്നുള്ളതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ് ഉണ്ട്. നമ്മൾ സംശയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മണ്ടനാണെന്ന് കരുതപ്പെടും. ഒരിക്കലുമില്ല. എല്ലാ ബുദ്ധിമാന്മാരും മിടുക്കന്മാരും സംശയങ്ങൾ ചോദിച്ച് തന്നെയാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ്, കാരണം എഞ്ചിനീയറിങ്ങിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ മനസ്സിലാകും, ആ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ മടി കൂടാതെ അധ്യാപകരോട് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ഏത് റിസോഴ്സാണോ നിങ്ങൾക്കുള്ളത് അവരുമായിട്ട് ഷെയർ ചെയ്യുക. കൃത്യമായ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ലെങ്കിൽ അതിന് അനുയോജ്യമായ ലേണിംഗ് ടെക്നിക്സ് അത് പറഞ്ഞുതരാൻ ഏറ്റവും നല്ലത് സീനിയേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ സീനിയേഴ്സ് ഒരു പരീക്ഷയൊക്കെ എഴുതിയത് കൊണ്ട് ചൂടോടുകൂടി ഇവർ ഇന്ന രീതിയിൽ ഇന്ന തരത്തിലൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഹെൽപ്പ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 3, നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ കീപ് യുവർ സെൽഫ് ബിസി ഇൻ ദ ക്യാമ്പസ് വിത്ത് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്.
അത് നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ ബോഡീസുമായി ബന്ധപ്പെട്ടതായാലും റിസർച്ച് ആയാലും മറ്റ് കാര്യങ്ങളായാലും അതുവഴി നമ്മുടെ ലൈഫിനൊരു വെറൈറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ കരിക്കുലത്തിൽ ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ മെക്കാനിക്കൽ എടുക്കുന്ന ഒരു കുട്ടിക്കും മൈനേഴ്സ് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് അവർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റീസിനെ പറ്റിയൊന്നും പലർക്കും അറിയില്ല. മൈനേഴ്സ് ചൂസ് ചെയ്യാം, ഓണേഴ്സ് എടുക്കാം. അതുപോലെ ഇവർക്ക് ഇൻറ്റേൺഷിപ്പിനായിട്ട് വേണമെങ്കിൽ IIT NIT പോലത്തെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇൻറ്റേൺഷിപ്സ് ചെയ്യാം. അപ്പോൾ അത്തരം പല സാധ്യതകളും മനസ്സിലാക്കാതെയാണ് ആ ഒരു കോഴ്സിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അതിൻ്റെ ഒരു ചെറിയ നാരോ ഏരിയ മാത്രം നോക്കിയിട്ട് അവിടെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു വളരെ എടുത്തുചാട്ടത്തോടെ കോഴ്സ് വിടുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിനകത്ത് ശോഭിക്കാൻ പറ്റുന്ന പല ഏരിയാസ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു തിരിച്ചറിവ് കൃത്യമായിട്ട് ഉണ്ടാവാത്തത് കൊണ്ടും പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. എന്നിട്ടേ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തതിലേക്ക് പോകാം. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ബിടെക് ബിരുദം കഴിഞ്ഞിട്ട് മറ്റനവധി മേഖലകളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ സിവിൽ സർവീസ് തൊട്ട് ഇഷ്ടം പോലെ മേഖലകൾ, സ്വന്തമായി ഒരു വ്യവസായം തുടങ്ങുന്ന അടക്കമുള്ള അനന്ത സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുൻപിൽ സാധ്യതകളായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഒരു പൂർണ്ണമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കുട്ടികൾക്ക് വേണ്ടി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു സാറ്. അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ കുട്ടികളെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഈ കോഴ്സ് എനിക്ക് പറ്റിയതാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ മുന്നോട്ട് പോയാൽ വരാൻ സാധ്യതയുള്ള പല ആശങ്കകൾ പങ്കുവച്ചു. എന്നെക്കൊണ്ട് ഇത് എടുത്താൽ പൊങ്ങുമോ, ഞാൻ ബയോളജി ആണ് പഠിച്ചത്, മെഡിസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് എനിക്ക് ഇത് സാധ്യമാകുമോ എന്നുള്ള തരത്തിൽ ഒരുപാട് ആശങ്കകളും ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇൻഫാക്ട് അങ്ങനെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുട്ടികളുടെ പല ചോദ്യങ്ങൾ ഇനി ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദിവസങ്ങളോളം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആഫ്റ്റർ ഓൾ നമുക്ക് അവസാനം ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോൾ 4 വർഷത്തിൽ നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഡെഫിനറ്റ്ലി നേരിടും. ഒരുപാട് ഈവൻഫുൾ ആയിരിക്കും ഈ ബിടെക് കരിക്കുലം അല്ലെങ്കിൽ ബിടെക് കാലം എന്ന് പറയുന്നത്. അവിടെ വിജയപരാജയങ്ങളുണ്ടാവാം, ഉയർച്ച താഴ്ചകളുണ്ടാവാം, സ്ട്രെസ് അനുഭവിക്കുന്ന പല മുഹൂർത്തങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ എങ്ങും ഒരു പരാജയത്തിലും ഒരു വീഴ്ചയിലും തളരാതെ മുന്നോട്ട് കുതിക്കുന്ന, വളരെ നല്ല രീതിയിൽ എത്ര വീഴ്ചയിലും ഉയർത്തെഴുന്നേറ്റ് ഒരു ചാരത്തിൽ നിന്ന് പറന്നു പോകുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പറക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പവർ, ഒരു ആത്മവിശ്വാസവും ഒരു കോൺഫിഡൻസും ഒക്കെ പ്രകടിപ്പിക്കുന്ന വളരെ നല്ല ഒരു ഊർജ്ജസ്വലതയോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തലമുറയാവട്ടെ നിങ്ങൾ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.